എല്ലാവർക്കും നമസ്കാരം. ഇത് അയർലൻഡിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സുമാരുടെ സൂം മീറ്റിംഗ് ആയിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളീയം ശ്രമിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു 30% IP ചികിത്സ ഗവൺമെന്റ് സംവിധാനത്തിൽ കൂടെയും 70% സ്വകാര്യ സംവിധാനത്തിൽ കൂടെയാണ്. അപ്പോൾ അയർലൻഡിലെ സ്ഥിതി എന്താണ്? ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പരസ്പരം അറിയാന്നുള്ളതാണ് അതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കപ്പെട്ടുള്ളത്. പിന്നെ കേരളത്തിലെ ഗവൺമെന്റ് നഴ്സുമാരുടെ ശമ്പളവും അതിൽ ഗവൺമെന്റ് നഴ്സുമാർക്ക് കൂടുതൽ ശമ്പളം, സ്വകാര്യ മേഖലയിൽ കുറവ്. അപ്പൊ അവിടുത്തെ സ്ഥിതി എന്താണ്? അങ്ങനെ കുറച്ച് മറ്റ് സ്ഥലങ്ങളിലുള്ള ഈ സേവന വേതന വ്യവസ്ഥകളുടെയും അവിടുത്തെ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിന്റെയും വിവരങ്ങൾ അറിയാനുള്ളൊരു ശ്രമമുണ്ട്. പിന്നെ അതുപോലെ ഈ ഇതില് നഴ്സിംഗ് മേഖല ഒരുപാട് മാറ്റങ്ങൾ ലോകമെമ്പാടും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സാങ്കേതിക നിലയിലാണെങ്കിലും ശരി, തൊഴിൽപരമായ പ്രത്യേകിച്ച് ഒരു പോസ്റ്റ് കോവിഡ് സെനറിയോയിൽ ഇത് വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥാനം ഈ ഒരു മേഖലയ്ക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരണമായിട്ടുള്ളൊരു സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ അതോടൊപ്പം കറസ്പോണ്ടിങ് ആയിട്ട് രൂപപ്പെട്ടു വരുന്നുണ്ടോ? അതില് അവിടുത്തെ സ്ഥിതി എന്താണ്, ഇവിടുത്തെ സ്ഥിതി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതുപോലെ ഈ തമ്മിലുള്ള ബന്ധങ്ങൾ ഇപ്പം പലതരത്തിലും ഇപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഈക്വലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഡീൽ ചെയ്യുന്ന സമയത്ത് ഈ ഡോക്ടർ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാവുന്ന ഒരു മേൽക്കോയ്മയൊക്കെ സംബന്ധിക്കുന്നതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പതുക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതെങ്ങനെയാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യം അറിയാം. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഇതിന്റെ എംപവർമെന്റിന്റെ തോത് എന്താണ്, എങ്ങനെയാണ് നഴ്സിംഗ് കമ്മ്യൂണിറ്റിയുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എംപവർമെന്റ് എന്നുള്ളത്. പിന്നെ മലയാളി നഴ്സുമാരെ പൊതുവെ ഇപ്പം ലോകത്തെമ്പാടും നല്ല റെപ്യൂട്ടേഷനുള്ള കൂട്ടാണെങ്കിൽ എങ്ങനെയാണ് അയർലൻഡിലെ അവരുടെ ഒരു നിലപാട് എന്താണ്, അവരോടുള്ള ഒരു പൊതുവായിട്ടുള്ള സമീപനം എന്താണ് എന്നുള്ളത്. പിന്നെ ഈ കൂടുതൽ അവിടുത്തെ തൊഴിൽ മേഖല ആകർഷകമാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് എന്നുള്ളത്. പിന്നെ വേറെ തരത്തിൽ ഈ തൊഴിൽപരമോ സാംസ്കാരികമോ ഇപ്പൊ പല ആളുകളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഓസ്ട്രേലിയയൊക്കെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള നഴ്സിംഗ് കമ്മ്യൂണിറ്റീസ് അവിടെയുള്ള ഒരുപാട് സോഷ്യൽ കാര്യങ്ങളിൽ ഇടപെടുകയും അവരുടെ സമൂഹത്തിൽ തന്നെ വളരെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും അവരുടെ ഇപ്പം അവരുടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അവരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ അവകാശങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായ, അതായത് മാനുഷികമായ ചില സമീപനങ്ങൾ അവിടെ തൊഴിലിന്റെ ഒരു വൈദഗ്ധ്യം കൊണ്ട് കൈക്കൊള്ളുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു സാമൂഹികമായ ഒരു ഇടപെടലിന്റെ ഒരു പശ്ചാത്തലം പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയെടുക്കാൻ അയർലൻഡിലെ കമ്മ്യൂണിറ്റി കഴിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ അഡ്രസ് ചെയ്യാനാണ് കേരളീയം ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന അഭിപ്രായങ്ങൾ മാഡം വന്നോ? ഡോക്ടർ ജി ഇല്ല, മേഡം വന്നിട്ടില്ല. അവര് ആരെങ്കിലും സംസാരിച്ചു തുടങ്ങട്ടെ. സരിത സംസാരിക്കാൻ തുടങ്ങാന്ന് വിചാരിക്കുന്നു. സരിത തുടങ്ങുമോ? സരിത. ഞാന് ഇപ്പം ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ ചോദിച്ചത് ഗവൺമെന്റ് പ്രൈവറ്റ്, ഇവിടുത്തെ കേരളത്തിലാണെങ്കിൽ 30% IP ചികിത്സ ഗവൺമെന്റ് സംവിധാനങ്ങളിലൂടെയും 70% സ്വകാര്യ സംവിധാനങ്ങളിലൂടെയും ആണല്ലോ. അയർലൻഡിലെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചല്ലോ.
അപ്പൊ അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ശരിക്കും ഇവിടെ ഒരു അറൗണ്ട് 80% പബ്ലിക് സെക്ടറിൽ കൂടെയാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത്. വളരെ കുറച്ച് ഹോസ്പിറ്റൽസേ ഉള്ളൂ. പിന്നെ നാട്ടിലേക്കാളും ഡിഫറൻസ് ആയിട്ട് തോന്നുന്നത് ഇവിടെ കുറെ നേഴ്സിംഗ് ഹോംസ് ഉണ്ട്, പ്രൈവറ്റ് കുറെ നേഴ്സിംഗ് ഹോംസ് ഉണ്ട്. അങ്ങനെയാണ് കുറച്ച് പ്രൈവറ്റ് സെക്ടർ കൂടി വരുന്നത്. അങ്ങനെ 80% ഗവൺമെന്റ് സെക്ടറിൽ കൂടെ തന്നെയാണ് ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. പിന്നെ അടുത്ത ഞാനിങ്ങനെ ഓരോ പോയിന്റായിട്ട് ഞാൻ അങ്ങനെ പറയണ്ടല്ലോ, വേറെ ആരെങ്കിലും ഒക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞു പോകാമായിരുന്നു. അല്ല സരിത പൊതുവായിട്ടുള്ളത് പറഞ്ഞോളൂ, എന്നിട്ട് പിന്നെ അതിനുശേഷം മറ്റാരെങ്കിലും ജോയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ മറ്റേ രണ്ടാമത്തെ പോയിന്റായിട്ട് നമ്മൾ പറഞ്ഞത് സാലറിയുടെ കാര്യമല്ലേ, ഗവൺമെന്റിലെ അവിടുത്തെ നാട്ടിലാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ കുറവും ഗവൺമെന്റിൽ കൂടുതലുമാണ്. ഇവിടുത്തെ അവസ്ഥ എന്താണ്? ഇവിടെ ഞാൻ ആദ്യം വന്നത് ഒരു പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമിലാണ് വന്നത്. അപ്പൊ പ്രൈവറ്റും ഗവൺമെന്റും തമ്മിൽ വലിയ ഒരു സാലറിയുടെ ഒരു ഡിഫറൻസ് ഒന്നും ഇല്ല ഇവിടെ. പിന്നെ ഒരു ഇപ്പൊ ഫ്രഷ് ഹാൻഡ്സ് ഒക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പ്രൈവറ്റിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു പെർ അവർ സാലറിയാണ് പറയണം, അപ്പൊ അത് ചിലപ്പോൾ ഒരു കൂടുതലായിരിക്കാം. പക്ഷേ ഗവൺമെന്റിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫ് വന്ന് ഗവൺമെന്റിൽ വന്ന് ജോയിൻ ചെയ്താൽ നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാലറി ഒരുവിധം നല്ല സാലറി തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അലവൻസുകളും എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ട്. നൈറ്റ് അലവൻസിനോ അല്ലെ പബ്ലിക് ഹോളിഡേ അല്ലെ വീക്കെൻഡിന് പ്രത്യേക അലവൻസ് ഉണ്ട്. അങ്ങനെ ഗവൺമെന്റിൽ ഉള്ള അലവൻസുകളുണ്ട്. അതല്ലാതെ സാലറി എന്ന് പറയുന്നത് ഒരു വലിയൊരു ഡിഫറൻസ് പ്രൈവറ്റും പബ്ലിക് സെക്ടറും തമ്മിൽ വലിയൊരു കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടെ നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോയെ കുറിച്ച് പറയണത്, ഇവിടെ ആണെങ്കിൽ ഞാൻ നാട്ടിൽ ഗവൺമെന്റിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ നാട്ടിലെ ഗവൺമെന്റിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാർഡിൽ 1 അല്ല 2 നേഴ്സുമാരല്ലേ ഒക്കെ ആയിരിക്കും ഡെയിലി കാണുന്നത്. നൈറ്റിൽ ഒരാളൊക്കെ ആയിരിക്കും. നാട്ടിൽ വെച്ച് ഞാൻ ഗവൺമെന്റ് വർക്ക് ചെയ്ത സമയത്ത് ഒരു വാർഡിലുണ്ടായിരുന്നത്. അതിനെ കമ്പയർ ചെയ്യുമ്പം ഇവിടെ ഒരു 7 to 8 പേഷ്യൻസ് ഒക്കെയാണ് ഒരു സ്റ്റാഫിന് ഉള്ളത്. പക്ഷെ നമുക്ക് വർക്ക് ലോഡ് എന്ന് പറയുമ്പോൾ നാട്ടിൽ നമ്മളൊരു മെഡിക്കൽ രീതിയിൽ മാത്രമായിരിക്കില്ല നേഴ്സുമാരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ കൊടുത്ത് അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ കൂടെ റൗണ്ട്സിന് പോയി ആ ഒരു രീതിയായിരുന്നു എൻ്റെ ഗവൺമെന്റിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്തുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു കോംപ്രിഹെൻസീവ് കെയർ പോലെയാണ് വരുന്നത്. പേഷ്യൻ്റെ കൂടെ ആരും റിലേറ്റീവ്സ് ആരും കാണത്തില്ല. അപ്പം നമ്മൾ അവരുടെ ഫുൾ കെയർ നമ്മൾ തന്നെ ചെയ്യണം. പേഴ്സണൽ കെയർ ആയാലും നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ പേഷ്യൻസ് കൂടുതലും എൽഡർലി പേഷ്യൻസ്, അപ്പോൾ അതനുസരിച്ചുള്ള ഫോൾസ് റിസ്ക് അല്ലെങ്കിൽ കുറച്ച് മെമ്മറി പ്രോബ്ലംസ് ഒക്കെ ഉള്ള പേഷ്യൻസ് കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ട്രീറ്റ്മെന്റിന്റെ കൂടെ നമ്മൾ ഇങ്ങനെയുള്ള അവരുടെ ഒരു ഓവറോൾ കെയർ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു നേഴ്സ് പേഷ്യന്റ് റേഷ്യോ 7 to 8 പേഷ്യൻസ് ഒക്കെ ആയിരിക്കാം ഏകദേശം. ചിലപ്പോൾ ചില സമയങ്ങളിൽ അതിലും കൂടുതലും ചില വാർഡുകളിൽ ചെയ്യേണ്ടി വരാറുണ്ട്. എങ്കിലും നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുമ്പം നമ്മുടെ ആ ഒരു 7 to 8 അല്ലെങ്കിൽ ബ്രേക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. കണക്ടിവിറ്റിയിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. ഇവിടെ പ്രശ്നം തോന്നിയില്ല. ഹലോ, സരിത കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ എനിക്ക് തോന്നുന്ന അങ്ങനെയാണ് ഒരു 7 to 8 പേഷ്യൻസ്, ചിലപ്പോൾ അതിൽ കൂടുതൽ വരാം. പക്ഷെ നമ്മളൊരു ഓവറോൾ കെയർ കൊടുക്കണം. ഇവിടെയാണ് പേഷ്യൻസ്. ഇനി അടുത്ത പോയിന്റ്സ് ആരെങ്കിലും ഒക്കെ സംസാരിക്കുന്നുണ്ടോ? സുബി, സ്നേഹ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അതിൽ കൂടുതൽ എനിക്ക് ഞാൻ സ്നേഹയാണ്. അതിന്റെ കൂടുതൽ എനിക്ക് ആഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, നമ്മളിപ്പം നാട്ടിൽ എന്ന് പറയുമ്പോൾ കൂടുതലും ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ ഒഴികെ വാർഡുകളിൽ അങ്ങനെ എല്ലായിടത്തും നമ്മൾ പേഷ്യന്റിന്റെ കൂടെ ബൈസ്റ്റാൻഡർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മളെല്ലാം പേഷ്യന്റിന്റെ നേഴ്സ് എന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ മെഡിസിനും കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിലോട്ട് ശ്രദ്ധ ചെലുത്തുമ്പോൾ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ആയിരിക്കും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലും. പക്ഷെ അയർലൻഡിൽ നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിലോ അങ്ങനെ വേറെ വാർഡുകളിലോ അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും നമ്മൾ ബൈസ്റ്റാൻഡർ എന്ന് പറഞ്ഞൊരു ഇതില്ല. പേഷ്യന്റ് തന്നെയാണ് അഡ്മിറ്റ് ആകുന്നത്. അപ്പം നമുക്ക് കൂടുതലായിട്ടും പേഷ്യന്റ് കെയറിലോട്ട് ഇറങ്ങി ചെല്ലണം. എല്ലാവരുടെ ഓവറോൾ കെയർ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതുപോലെ നമുക്ക് കൂടുതലും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് പേഷ്യന്റ് നേഴ്സ് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് കൂടുതലായിട്ട് ഒരു ബോണ്ടിങ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നാട്ടില് ഞാനൊരു 14 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ അയർലൻഡിൽ ഒരു ഡിഫറൻസ് കാണുന്നത്
മെയിനായിട്ട് നമുക്കൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്, നല്ലൊരു ബോണ്ടിങ്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടുത്തെ കാര്യം. പക്ഷെ അത് ഒരു പക്ഷേ നമ്മുടെ ആ ഒരു ഹെൽത്ത് സെക്ടറിന്റെ ആ ഒരു ഇതാണ്. നാട്ടിലത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് നമുക്ക് പറയാൻ ഒട്ടും പറ്റത്തില്ല. ഇവിടെ നമ്മൾ ഒരു ഹെൽത്ത് സെക്ടർ ഒരിക്കലും ബൈസ്റ്റാൻഡറിനെ ഇവിടെ നമ്മൾ അലോ ചെയ്യത്തില്ല. ജസ്റ്റ് ഒരു വിസിറ്റിംഗ് അവർ മാത്രമേ ഉള്ളൂ. അത് വീക്ക്ലി ഒക്കെ ഉള്ളൂ. ഡെയിലി വിസിറ്റിങ്ങും അങ്ങനെ ഇല്ല. വീക്ക്ലി ഒരു 2 days 3 days ഒക്കെ ഉള്ളൂ. അപ്പൊ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ട്. എന്നാലും നമ്മൾ പേഷ്യന്റുമായിട്ട് കൂടുതൽ അടുക്കും, നമുക്ക് സംസാരിക്കാൻ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ ടൈം കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെയർ വർക്ക്, ഒരു പേഷ്യന്റിന്റെ ഫുൾ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ സുബി, ഞാൻ അതിൻ്റെ കൂടെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനായിട്ട്, കേൾക്കാമല്ലോ അല്ലേ? ഹലോ, കേൾക്കാം. ഞാനതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പിന്നെ ഉദ്ദേശിക്കുന്നത്, അതിനകത്തൊരു പോയിന്റ് ചോദിച്ചായിരുന്നു, നമ്മള് ഡോക്ടർ, നേഴ്സസ്, മറ്റു ജീവനക്കാരെല്ലാരും കൂടെ ഉള്ള ഒരു ഈക്വാലിറ്റി എങ്ങനെയാണ് അയർലൻഡിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കമ്പയർഡ് ടു കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ അപേക്ഷിച്ച്? അന്നേരം എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇവിടെ നമ്മള് ഡോക്ടേഴ്സ് ആയാലും നേഴ്സസ് ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിക്കോട്ടെ, അവിടെ ക്ലീനിങ് സ്റ്റാഫ് ആയിക്കോട്ടെ, എല്ലാവരും ഇവിടെ ഈക്വൽ ആയിട്ടാണ് നമ്മള് പിന്നെ മറ്റുള്ളവരോട് നമ്മളെ കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു പരിധിവരെ, ഞാനൊരു 20 വർഷത്തോളം ഡൽഹിയിലും വർക്ക് ചെയ്ത ആളാണ്. അന്നേരം ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്, ഡോക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ അവർക്ക് ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്നു. ഡോക്ടേഴ്സിന് നേഴ്സസിനോട് നേഴ്സസ് ആണ് അതിൻ്റെ അടിയിൽ. അത് കഴിഞ്ഞല്ലേ നാട്ടിലെ വാർഡ് ബോയ്സ് അല്ല, അവർ അതിനേക്കാളും താഴെ, ക്ലീനേഴ്സ് അതിനേക്കാളും താഴെ, അങ്ങനെ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് പോലും ഒരു കോഫി കുടിക്കാൻ പോലും ഒരു തയ്യാറാവത്തില്ല. അങ്ങനത്തെ ഒരു സമൂഹമാണ്. പക്ഷെ നമ്മൾ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു ഡോക്ടറും ഒരു ക്ലീനിങ് സ്റ്റാഫും കൂടെ ഒരുമിച്ച് ഒരു ടേബിളിൽ ഇരുന്ന് കോഫി കുടിക്കും. അല്ലെങ്കിൽ ഒരു നേഴ്സ്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാ ജോലികൾക്കും അവർ ഈക്വൽ റെസ്പെക്ട് കൊടുക്കും. അത് വാട്ടെവർ ഇത് സാലറി എത്ര ആയിക്കോട്ടെ, ഒരു 5 ലക്ഷം സാലറി വാങ്ങിക്കുന്നവരും 3 ലക്ഷം സാലറി വാങ്ങിക്കുന്നവരും 1 ലക്ഷം സാലറി വാങ്ങിക്കുന്നവരും എല്ലാവരും ഒരേപോലെയാണ് പിന്നെ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ അയാൾ വലിയ ആള്, ഇയാൾ ചെറിയ ആളല്ലേ, അയാൾ ഹൈ എഡ്യൂക്കേറ്റഡ്, ഇയാൾ ലോ എഡ്യൂക്കേറ്റഡ്, അങ്ങനെ ഒരു ഇതേ ഇല്ല. അങ്ങനെ എല്ലാ ജോലികൾക്കും ഒരേ ഇമ്പോർട്ടൻസും ഒരേ ഈക്വാലിറ്റിയുമാണ് എനിക്കിവിടെ പേഴ്സണലി ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചത്. ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഡോക്ടേഴ്സ് അവർ വലിയ ആൾക്കാരാണ്, നമ്മളോട് അങ്ങനെ ഒരു ഇതേ ഇല്ല. ചിലപ്പോൾ ഒരു പേഷ്യന്റിനെ കാണാൻ വരുമ്പോൾ ഡോക്ടർ നമ്മളെ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു കൺസൾട്ടന്റ് നമ്മുടെ പേര് വിളിച്ചിട്ട്, ഇവിടെ നേഴ്സ് എന്ന് പോലും നമ്മളെ ആരും വിളിക്കാറില്ല. അല്ലെ നാട്ടിലെ പോലെ അങ്ങനെയൊന്നുമില്ല. എന്റെ പേര് വിളിച്ച്, സുബി കം, നിനക്ക് എന്ത് തോന്നുന്നു, ഞങ്ങൾ എന്തുവാണ് ഇതിന് ചെയ്യേണ്ടത്, ഇതിന്റെ ഇൻഫെക്ഷൻ ഇത്ര ദിവസമായിട്ട് പിന്നെ മാറിയിട്ടില്ല, നീ ആസ് എ കെയറിങ് നേഴ്സ് നിനക്കല്ലെങ്കിൽ എന്തുവാണ് ഞങ്ങൾ ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മുടെ കൂടെ അഭിപ്രായത്തിന് അവര് തീർച്ചയായും ഒരു വില കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും അവരൊരു ഈക്വാലിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ. അതെ. അപ്പൊ നമുക്ക് ഒത്തിരി റെസ്പെക്ട് തോന്നും അല്ലെ? എല്ലാ പ്രൊഫഷനെയും നമ്മളിവിടെ റെസ്പെക്ട് ചെയ്യും, ഈക്വലി റെസ്പെക്ട് ചെയ്യും. അപ്പം കുറച്ചുകൂടെ ഇന്ത്യയിലെ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ അയർലൻഡ് പോലെ ഒരു രാജ്യത്തോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഫീലിംഗ് പ്രൗഡ് തോന്നും. നമുക്ക് നമ്മുടെ പ്രൊഫഷനോട് നമുക്ക് തന്നെ ഒരു റെസ്പെക്ട് തോന്നും. ബീയിങ് എ നേഴ്സ് നമുക്ക് കുറച്ചുകൂടെ ഒരു ഹാപ്പിനെസ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, നമ്മളൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മൾ മിക്കവാറും ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത്. ദോ നമുക്ക് ഒത്തിരി വർക്ക് ലോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് ഡിപ്പെൻസ്, എല്ലാ ഹെൽത്ത് സെക്ടറിലും അങ്ങനെയാണ്. പക്ഷേ നമുക്ക് നമ്മളെല്ലാ ജോലിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുമ്പം നമുക്ക് ഒരു നല്ലൊരു കാര്യമാണ്. നമുക്ക് ഇതുവരെ കിട്ടാതിരുന്ന കാര്യം ഇവിടെ ഇങ്ങനെ ഒരു രാജ്യത്ത് വന്ന് കിട്ടുമ്പോൾ നമുക്ക് സത്യമായിട്ടും തോന്നും, ഒത്തിരി മുന്നേ എന്തുകൊണ്ട് എൻ്റെ കൊളീഗ്സിനെയും കൊണ്ടുവരണം ഇവിടെ, അല്ലെങ്കിൽ എനിക്കറിയാവുന്നവരൊക്കെ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്ത് നമുക്ക് എല്ലാവരെയും ഇങ്ങോട്ട് പോകണം. പിന്നെ ഹൈലി സ്കിൽഡ് ആണ് എല്ലാവരും. നമ്മുടെ നാട്ടിലും എല്ലാ നഴ്സുമാരും സ്കിൽഡ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ട്രെയിൻ നമ്മൾ ചെയ്യുന്നു. ഈക്വലി ഇപ്പം നമ്മള് എല്ലാ രാജ്യത്തു നിന്ന് തന്നെയുള്ള നഴ്സുമാരും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നഴ്സുമാര്, ഡോക്ടേഴ്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഉള്ള ആൾക്കാരുണ്ട് ഇവിടെ, പല രാജ്യത്തു നിന്നുള്ളവര്. പക്ഷെ എല്ലാവരും എന്താ പറയണേ, എപ്പോഴും നമ്മുടെ ഹെൽത്ത് സിസ്റ്റം എപ്പോഴും അപ്ഡേറ്റഡ് ആണ്, അപ് ടു ഡേറ്റ് ആണ്. അപ്പം ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത്. ഇപ്പം
കേരളത്തിലെ നേഴ്സുമാർ അല്ലെങ്കിൽ ഇന്ത്യൻ നേഴ്സസ് നല്ലത്, അല്ലെങ്കിൽ യൂറോപ്പിലെ നേഴ്സസ് നല്ലത്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ നമ്മൾ ആഫ്രിക്കൻ നേഴ്സസ് ഉണ്ട്, അപ്പം ഇന്നവർ നല്ലത്, അതൊന്നും നമുക്ക് അങ്ങനെ പറയാനേ പറ്റില്ല. എല്ലാവരും ഈക്വലി ഗുഡാണ്. കാരണം നമ്മളെ ഇവിടെ എപ്പോഴും നാട്ടിലെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ഞാനൊക്കെ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നമ്മളെപ്പോഴും ഒരു പൊസിഷൻ കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ അവരുടെ ഒരു സീനിയോറിറ്റി ബേസിലായിരിക്കും, മീൻസ് അവരുടെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിരിക്കും. പക്ഷെ അയർലൻഡ് പോലെ ഒരു രാജ്യത്ത് ഒരു 1 year or 2 year എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫും ഇഫ് യു ആർ അല്ലെ ആ ഒരു പേഴ്സൺ പിന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അവരുടെ വലുതാണെങ്കിൽ, എത്രത്തോളം അവർ ഇൻഡിവിജ്വലി പെർഫോമൻസ് ഗുഡ് ആണെങ്കിൽ അവർക്ക് ഏത് പൊസിഷനും ഇവിടെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അത് ഓരോ വ്യക്തികളുടെയും കഴിവിനനുസരിച്ച് ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ആ ഹെൽത്ത് സിസ്റ്റം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം നമ്മൾ ഒന്നിനു വേണ്ടി അങ്ങനെ ഒരു എന്നാ പറയുക, നമ്മുടെ എക്സ്പീരിയൻസിന് വേണ്ടി അങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമുക്ക് കോമ്പീറ്റ് ചെയ്ത് നമുക്ക് പഠിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നമ്മൾ കേപ്പബിൾ ആണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ഗ്രോത്ത് ചെയ്യാനുള്ള ഇഷ്ടം പോലെ സാഹചര്യമുണ്ട്. അപ്പം സരിത, സുബി, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംസാരിക്കാം ഇതിനെക്കുറിച്ച്? നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഫർദർ എഡ്യൂക്കേഷന് അതിനെപ്പറ്റി ആർക്കെങ്കിലും സംസാരിക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. അതുപോലെ ഞാനത് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ഒരു കാര്യം നേരത്തെ പറഞ്ഞതിലൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നത്, പേഷ്യന്റ് റിലേറ്റീവ്സിന് നമ്മൾ നേഴ്സസിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ അത് ഹൈലി അപ്രീഷിയേറ്റഡ് ആണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞോളൂ, നമ്മളൊരു 99% നമ്മൾ പേഷ്യൻസിന് വേണ്ടി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 1% എന്തെങ്കിലും, ബീങ് എ ഹ്യൂമൻ, നമുക്ക് എല്ലാവർക്കും ഇപ്പം നേഴ്സ് എന്ന് പറയുന്ന മൾട്ടി ടാസ്കാ. ഇപ്പം ഒരു നേഴ്സ് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുവാണെങ്കിൽ അവരെല്ലാവരും റീപ്ലേസ് ചെയ്യണം. അതാണ് നമ്മുടെ ഇന്ത്യയിലെ സിസ്റ്റം. അതായത് ഇപ്പം ഒരു കിച്ചണിൽ നിന്നൊരു അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാനായിട്ടില്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കണം നേഴ്സ്. അല്ലെങ്കിൽ അവിടെ പിന്നെ ക്ലീനിങ്ങിന് താമസിക്കുവാണെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കും നേഴ്സ്. പെട്ടെന്ന് ഒരു പവർ കട്ട് ഉണ്ടായാൽ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കണം നേഴ്സ്. ഡോക്ടർ വരാൻ താമസിച്ചാൽ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കണം നേഴ്സ്. മെഡിസിൻ കൊടുക്കാൻ താമസിച്ചാൽ, അങ്ങനെ n നമ്പർ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നേഴ്സസിനുള്ളത്. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് അവർ സംഹൗ നമ്മൾ ഒരു മാക്സിമം, നമുക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം നമ്മൾ പേഷ്യന്റിന് വേണ്ടി നമ്മൾ നമ്മുടെ എഫോർട്ട് ഇട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷെ ഒരു 1% അവരൊരു ബെല്ലടിച്ച് നമ്മൾ വരാൻ ഒരു ഇച്ചിരി താമസിച്ചെങ്കിൽ ഇത്രയും ദിവസം നമ്മൾ അവർക്ക് ചെയ്ത കെയർ അവർ ടോട്ടലി ഇഗ്നോർ ചെയ്ത് ആ 1% അവർ ഹൈലൈറ്റ് ചെയ്ത് പേഷ്യന്റ് റിലേറ്റീവ്സ് നമുക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുകയും നമ്മളെ വഴക്ക് പറയും. നമ്മളുടെ മുഖത്ത് നോക്കി അവർ നമ്മളോട് ചിലപ്പം ദേഷ്യപ്പെടുന്ന ഒരു പല പല അവസരങ്ങളും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ വെച്ച്. പക്ഷെ ഇവിടെ അയർലൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ പേഷ്യന്റ് റിലേറ്റീവ്സ് നമ്മളെ മനസ്സിലാക്കും. ഇൻ കേസ് നമ്മൾ വരാൻ ഇച്ചിരി താമസിച്ച് നമ്മൾ ചെല്ലുക, ഞാൻ അന്നേരം പറയാം ഞാൻ ഐ വാസ് ബിസി വിത്ത് സം അതർ പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ടൈം എന്ന് പറയാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെയുള്ള ഐറിഷ് ആൾക്കാർക്കുണ്ട്. അങ്ങനെ നമ്മളോടൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് സ്നേഹ പറഞ്ഞ ഫർദർ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്തു, ഇപ്പം ഒരു ഹോസ്പിറ്റല് ഇപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ പ്രൈവറ്റ് ആകട്ടെ വാട്ടോർ, ഇപ്പം അവിടെ ഇപ്പം നമുക്കിപ്പം ഗവൺമെന്റില് ഒരു 35 വയസ്സ് വരെയാന്ന് തോന്നുന്നു മാക്സിമം ഏജ് ലിമിറ്റ്. 35 വയസ്സിന് മുമ്പേ നമ്മളൊരു ഗവൺമെന്റിൽ കയറാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അതെല്ലാം കയറിയില്ല, 35 കഴിഞ്ഞ് നമുക്കൊരു ഗവൺമെന്റിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർക്ക് ഒരിക്കലും ആ ഗവൺമെന്റിൽ കയറാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഇപ്പം 40 വയസ്സിന് ശേഷം വരുന്ന ആൾക്കാർക്കും ഗവൺമെന്റിൽ കയറാം. ഒരുപക്ഷെ ഗവൺമെന്റിൽ കയറി ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ നമ്മളിപ്പം ഗവൺമെന്റിൽ കയറി ഇപ്പം 5 വർഷം കൊണ്ട് ഗവൺമെന്റിൽ ജോലി ചെയ്യുക. അന്നേരം നമ്മൾ പിന്നെ അവിടുന്ന് ഇറങ്ങി നമ്മുടെ ഓൾറെഡി ഏജ് ഓവർ ആയെന്നും പറഞ്ഞ് നമുക്ക് വേറൊരു ഗവൺമെന്റ് സെക്ടറോ മറ്റൊരു ഹോസ്പിറ്റൽ നമുക്ക് ട്രൈ ചെയ്യാനുള്ള അവസരമില്ല. കാരണം നമ്മൾ പിന്നെ ഓർക്കും, ഇനി വേറൊരിടത്ത് ഒന്ന് നമ്മുടെ ഏജ് കഴിഞ്ഞു, അല്ലെ അവിടെ അത്രയും സാലറി കിട്ടത്തില്ല, അല്ലെങ്കിൽ അവിടെ ഇത്രയും ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല എന്ന് കരുതി നമ്മൾ അവിടെ നിൽക്കുന്ന ആ സ്ഥലത്ത് അത് നമ്മളെ എത്ര സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും നമ്മളത് നമ്മളത് സഹിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ. പക്ഷേ നമ്മുടെ ഇവിടെ അയർലൻഡിലാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വന്നൊരു ജോലി ചെയ്തു, ഒരു ഗവൺമെന്റിൽ ഞാൻ ജോലി ചെയ്തു, 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വർക്ക് എൻവയോൺമെന്റ് നല്ലതല്ലേ, എനിക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുവാണെങ്കിൽ എനിക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള വേറൊരു ഹോസ്പിറ്റല് എനിക്ക് ചൂസ് ചെയ്ത് അവിടെ കയറാം. അന്നേരം അവിടെ ഈ സെയിം സാലറി അല്ലെ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറി കിട്ടും. അതേപോലെ തന്നെ
പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ പോലും ഒരു പ്രൈവറ്റിൽ കയറി 2 വർഷം വർക്ക് ചെയ്തു, അവർക്ക് അവിടെ സ്യൂട്ടബിൾ എല്ലാം തോന്നുവാണെങ്കിൽ അവർക്ക് പിന്നെ HSC അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് സ്വിച്ച് ഓഫ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുക, നമ്മുടെ ഏജ് എത്രയായിക്കോട്ടെ, നമുക്കിപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മൾ അന്നേരം നമ്മുടെ ഗവൺമെന്റിന് നമ്മുടെ ആ അധികൃതരെ സമീപിച്ചു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 70 to 80% ഫണ്ടിങ് അവർ തരും. ബാക്കി 20% നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടാൽ മതി. പ്ലസ് നമ്മൾ ആ നമ്മൾ ആ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ആഴ്ചയിൽ 3 ദിവസം വർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിന് വേണ്ടി അവർക്ക് നമ്മളെ ഓഫ് അഡ്ജസ്റ്റ് ചെയ്ത് വരികയും അതിനായിട്ട് സ്റ്റഡി ലീവ് എന്നും പറഞ്ഞൊക്കെ ഉള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ ഇവിടെ വന്നൊന്നും കോഴ്സിനകത്തൊന്നും എൻട്രി ചെയ്യാതുകൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാൽ തന്നെയും എൻ്റെ കൊളീഗ്സ് ഒക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് സ്റ്റഡി ലീവ് എന്നും പറഞ്ഞ് അവർക്ക് ഏത് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം ക്ലാസ്സെങ്കിൽ ആ ക്ലാസ്സിന്റെ ദിവസം അവർക്ക് ആ ഒരു ദിവസത്തെ ഡ്യൂട്ടി അവർക്ക് ഓഫ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെ ഓഫ് കൊടുക്കുക. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാവുന്നതിന്റെ അത്രയും സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇൻസ്റ്റഡ് ഇന്ത്യയിൽ നമ്മൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ വന്ന് പഠിക്കുകയും കൂടി ചെയ്യുക, അതിനുവേണ്ടി ഒരു അവധി ചോദിച്ചാലൊക്കെ ചിലപ്പോൾ നമ്മുടെ ആനുവൽ ലീവ് എടുത്ത് നമ്മൾ അതിനുവേണ്ടി സഫർ ചെയ്താണ് പോകേണ്ടത്. അല്ലാതെ അങ്ങനെ നമ്മൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ഇന്ത്യയിലെ ഹോസ്പിറ്റൽ അധികൃതർക്ക് ഒരു പരിധി വരെ അവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി സ്നേഹയ്ക്കോ സരിതയ്ക്കോ എന്തെങ്കിലും പറയാം ഇതിനെക്കുറിച്ച്? അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 12 hours ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് ആഴ്ചയിലാണെങ്കിൽ ഒരു 3 ദിവസമൊക്കെ ഡ്യൂട്ടി എടുക്കേണ്ടി വരത്തേ ഉള്ളൂ. 37.5 hours നമ്മളിപ്പോൾ HSCയിലാണെങ്കിൽ നമുക്ക് ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു 3 ദിവസം വർക്ക് ചെയ്യാൻ മതി. ബാക്കി സമയം എന്ന് പറഞ്ഞാൽ ബാക്കി 4 ദിവസം നമുക്ക് ഫാമിലി ടൈം ആയിട്ട് നമുക്ക് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടും. ഇപ്പം നാട്ടിലാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് കാര്യം ഞാൻ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ 6 hours 8 hours ഡ്യൂട്ടി ആയിരിക്കും. പക്ഷെ നമ്മൾ 6 ദിവസവും ഡ്യൂട്ടിക്ക് പോകണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വീട്ടിലിരിക്കാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ആകെ ഒരു ദിവസമായിരിക്കും. ആ ഒരു ദിവസം നമുക്ക് വീട്ടിലുള്ള എല്ലാ പണികളും ചെയ്യണമായിരിക്കും. അപ്പം ഫാമിലി ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ അയർലൻഡിൽ കുറച്ചും കൂടെ സമയം കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ നൈറ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഓഫിന്റെ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് വീണ്ടും കയറണം. ഇവിടെ ഒരു 4 ദിവസം നൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1 week ഓഫ് കിട്ടുന്നുണ്ട്. അപ്പം അത് ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ നല്ല ഒത്തിരി നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ശരിക്കും കൂടുതൽ കിട്ടുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ള, ഇവിടെ ഒരു ട്രാൻസ്ഫർ നമുക്ക് നിർബന്ധിതമായിട്ടൊരു ട്രാൻസ്ഫർ നമുക്ക് കിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വന്ന് വർക്ക് ചെയ്താൽ നമുക്ക് അവിടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ലൈഫ് ലോങ് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ അവിടെ അടുത്തൊരു വീട് മേടിച്ചു, നമുക്ക് സെറ്റിലായി, ഇനി അവിടെ തന്നെ മതി, അവിടെ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഞാൻ പക്ഷേ നാട്ടിൽ നിന്ന സമയത്തൊക്കെ ആണെങ്കിൽ എവറി 3 years എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ട്രാൻസ്ഫർ വരും. അപ്പം നമുക്ക് നമ്മുടെ മൊത്തം ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യുമല്ലോ, പിള്ളേരുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ട്രാവൽ എല്ലാം ആയിട്ട്. അപ്പം അതൊരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ട്രാൻസ്ഫർ ഇല്ലാത്തതോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഡ്യൂട്ടി 3 days എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. സരിത ആർക്കും എന്തൊക്കെയോ ആഡ് ചെയ്യണം തോന്നുന്നു. ഐ തിങ്ക് ആരോ UK-യിലുള്ള ആരോ ട്രൈ ചെയ്യുന്നുണ്ട്. മെസ്സേജ് ഇട്ട് മറ്റുള്ളവർക്ക് കൂടെ സ്പീക്ക് ഔട്ട് ചെയ്യായിരിക്കും. അയർലൻഡിലെ ആസ്പെക്ട്സ് ആണല്ലോ നമ്മൾ പറയുന്നത്. ആരോ UK-യിൽ നിന്ന് ആരോ ടെക്സ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു കേട്ടോ. ഓക്കെ, സിജിക്കും ആഡ് ചെയ്യാം. സിജി ആഡ് ചെയ്തോളൂ UK. കേൾക്കുന്നില്ല, കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ? സോറി കേട്ടോ, ഞാന് ലാസ്റ്റ് ടൈം ഇൻട്രൂഡർ ആയിട്ട് വന്നതല്ല. എനിക്കിപ്പോ ഒരു ലിങ്ക് കിട്ടി. ഞാൻ UK-യുടെ ഒരു സീനിയർ ഡയറക്ടർ ലെവലിൽ വർക്ക് ചെയ്യുന്ന മെയിൽ നേഴ്സ് ആണ്. 20 വർഷമായിട്ട് UK-യിലുണ്ട്. സോ ഞാൻ NHS വെയിൽസ് ഗവൺമെന്റിന്റെ ഹെൽത്ത് മിനിസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട് മലയാള നേഴ്സുമാർക്ക് വേണ്ടി. സോ ഞാൻ ഇൻട്രൂഡർ ആയിട്ട് വരികയല്ല. നിങ്ങൾ പറഞ്ഞ പോയിന്റ് വളരെ നല്ല പോയിന്റ്സ് എല്ലാം കേട്ടുകൊണ്ട് അയർലൻഡ് ആസ്പെക്ട് ഐ വാസ് റിയലി അപ്രീഷിയേറ്റ് വാട്ട് യു സെയ്ഡ് സോ ഫാർ. എനിക്ക് ആഡ് ചെയ്യാൻ ഒന്നുമില്ല. ആക്ച്വലി നിങ്ങൾ സരിതയും സുബിയും എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് വാണ്ട് ആഡ് കപ്പിൾ ഓഫ് പോയിന്റ്. ഇപ്പൊ നമ്മൾ UK വെച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ 20 years ആവും. ഇപ്പൊ 20 വർഷമായിട്ട് ഇവിടെ വന്നു. നാട്ടില് സരിത പറഞ്ഞ പോലെ ഞാൻ ഗവൺമെന്റിലെ മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ വർക്ക് ചെയ്ത് PSC കിട്ടിയിട്ട് എന്റെ അപ്പനമ്മേനെ നാട്ടിൽ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനമ്മയും പറഞ്ഞാൽ PSC കിട്ടിയിട്ട് പോയാൽ മതി പറഞ്ഞ് PSC കിട്ടി. നിമാൻസിൽ വർക്ക് ചെയ്ത് കുറച്ച് വർഷം സെൻട്രൽ ഗവൺമെന്റ്. എനിവേ ഇവിടെ വന്നപ്പോൾ ചേഞ്ചസ് റിയലി നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ ആഡ് ചെയ്യാണ്. റെസ്പെക്ട്, ഡിഗ്നിറ്റി,
നമ്മുടെ സസ്റ്റൈനബിലിറ്റി, അങ്ങനെ കുറെ വേർഡ്സ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് ഇപ്പൊ നിങ്ങളെല്ലാം പറഞ്ഞ പോയിന്റ് തന്നെയാണ്, നമ്മൾ റീക്യാപ്പ് ചെയ്യാണ്. നമുക്ക് റെസ്പെക്ട് കിട്ടി ഇവിടെ വന്ന ശേഷമാണ്, നേഴ്സ് എന്നുള്ള റെസ്പെക്ട് എനിക്ക് കിട്ടിയത് ഓണസ്റ്റ്ലി ഇവിടെ വന്ന ശേഷമാണ്. പേ സാലറി ആണ് ഇപ്പോൾ നമുക്ക് അർഹിക്കപ്പെട്ട സാലറി തരുന്നതും ഈ രണ്ട് കൺട്രി അയർലാൻഡ് UK എല്ലാം സിമിലർ ആണ്, ഒരു നല്ല കൺട്രിയാണ്. പിന്നെ ബുള്ളിങ് ഹറാസ്മെന്റ് ഒക്കെ കുറച്ച് റേസിസം എല്ലാവിടെയും ഉണ്ട്. ഞാനൊരു മാനേജർ ലെവലിൽ കുറെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നാലും അത് കുറെ ചേഞ്ച് ആയി. നമ്മളൊക്കെ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഗവൺമെന്റിനോട് പറയാൻ തുടങ്ങി ബുള്ളിങ് ഹറാസ്മെന്റ് ഉണ്ട്, റേസിസം ഉണ്ട് ചില ഏരിയയിലൊക്കെ. അതൊക്കെ നല്ല ഫൈറ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയാനുള്ള പിന്നെ സരിത പറഞ്ഞ പോലെ തന്നെ എന്റെ ഏറ്റവും ഇഷ്ടം മൂന്ന് ദിവസം ജോലിയുള്ളൂ, ബാക്കി 4 ദിവസം അടിച്ചു പൊളിക്കാം. ബാഡ്മിന്റൺ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, അസോസിയേഷൻ പങ്കെടുക്കാം, ഡാൻസ് കളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനത്തെ ഒരു രസമാണ് നമ്മൾ UK-ലും ഈ അയർലൻഡും കണ്ട ജീവിതം. അപ്പോൾ നഴ്സുമാരുടെ ലൈഫിൽ പിന്നെ ഏറ്റവും പറയേണ്ടത് കരിയർ പാത്ത് വേ ആണ്. ഇപ്പൊ ഞാൻ എന്റെ കരിയർ, ഞാൻ ഇപ്പോൾ സ്റ്റെതസ്കോപ്പ് വെച്ചാൽ വെറുതെ ഇട്ട സ്റ്റെതസ്കോപ്പ് അല്ല, നമ്മൾ അഡ്വാൻസ് പ്രാക്ടീസ് എന്നുള്ള ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ്, അത് മലയാളം മീഡിയം പഠിച്ച പയ്യനല്ല, വയസ്സായി പോയി, മലയാളം പഠിച്ച ആളാണ് ഞാൻ. എന്നാൽ പോലും നമ്മൾ ഇവിടെ വന്ന് BSc നഴ്സിംഗ് ഡിപ്ലോമ, പണ്ടത്തെ ഡിപ്ലോമ ആയിരുന്നു, BSc നഴ്സിംഗ് കഴിഞ്ഞു, മാസ്റ്റേഴ്സ് നഴ്സിംഗ് കഴിഞ്ഞു, PhD ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ PhD ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഇവിടെ അയർലാൻഡിൽ UK-ൽ നല്ലപോലെ. എന്നോട് സുബിയാണോ ആരോ പറയാൻ, എനിക്ക് പേര് കിട്ടില്ല, സോറി. നമുക്ക് കഴിവുണ്ടോ, നമുക്ക് ഇത് ബാൻഡിങ് 5, 6, 7 നോക്കേണ്ട കാര്യമില്ല, എപ്പോൾ വേണമെങ്കിൽ ജമ്പ് ചെയ്ത് കയറാൻ പറ്റും. അപ്പൊ നമ്മളൊരു ബാൻഡ് 8B ലെവൽ പറഞ്ഞാൽ ഒരു സീനിയർ ലെവലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് എത്താൻ വേണ്ടി ഒരുപാട് ഇന്റർവ്യൂവിന് പോയിട്ട് തോറ്റ് പിന്നെയും പോയി ഫീഡ്ബാക്കിന് പോയി ഇംപ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോസ്റ്റ് വന്നത്. അതില് സത്യം പറഞ്ഞാൽ മലയാളി നഴ്സുമാരെ ഇപ്പൊ UK-ൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ NMC രജിസ്ട്രേഷൻ ഫിലിപ്പിനും മലയാളിയും ഭയങ്കര മാച്ചിങ് ആയിരുന്നു. ഈ ഇടയ്ക്ക് ലാസ്റ്റ് 2024 മാർച്ചിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ മലയാളി നഴ്സുമാരാണ് UK-ൽ ഉള്ളത്. ഇന്നലെ ലാസ്റ്റ് വീക്കിൽ ന്യൂസിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ മലയാളി നഴ്സുമാരുടെ എന്താ പറയുക, കെയറിങ് നേച്ചറാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ. ഫിലിപ്പിന് നല്ല ആൾക്കാരാട്ടോ, ഫിലിപ്പിന് നല്ല കെയറിങ് ഒക്കെയാണ്. പക്ഷെ മലയാളിക്കാരുടെ കെയറിങ് ഉണ്ടല്ലോ, ഇപ്പോൾ സരിത പറഞ്ഞ പോലെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം പറഞ്ഞു, പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരെ ഡിസ്ചാർജിന് മുമ്പ് അവർ വീട്ടിലെല്ലാം സേഫ്, ഫിസിയോട്ടി റെഫർ ചെയ്യണം, സോഷ്യൽ വർക്കർ ചെക്ക് ചെയ്യണം. നമ്മൾ ഫുൾ കറക്റ്റ്, ഞാൻ യോജിക്കുന്നത് മെഡിസിൻ മാത്രം കൊടുക്കുകയല്ല, എല്ലാം ആ പേഷ്യന്റ് ഫുൾ സേഫ്റ്റി ഒരു നേഴ്സ് ലുക്ക് ആഫ്റ്റർ ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. അതൊരു ഭയങ്കര കൺസെപ്റ്റാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ ഫാമിലി വിസിറ്റേഴ്സ് ഉണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം നല്ലതാണ്. എന്നാൽ പോലും ഇവിടെ റെസ്പോൺസിബിലിറ്റി നമുക്ക്, അതുപോലെ റൗണ്ട്സ് വരുമ്പോൾ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടർമാർ റൗണ്ട്സ് വരുമ്പോൾ അയ്യോ പേടിച്ച് ഓടിപ്പോണ്ട കാര്യമൊന്നും UK-ലും അയർലൻഡിലും ഇല്ല. ഡോക്ടർമാർ അവിടെ ജോലി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, അതിന്റെ അത്ര ഒന്നുമില്ല, അതിനപ്പുറം ഒന്നുമില്ല. നമ്മൾ ചിലപ്പോൾ നമ്മോട് ചോദിച്ചിട്ട് ഡിസൈഡ് ചെയ്യത്തുള്ളൂ ചില കാര്യങ്ങൾ. സോ അതൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ സാലറിയുടെ കാര്യം പറയാമല്ലോ, നല്ല സാലറി ഡിഫറൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഓവർ ടൈം ബാങ്ക് എന്നുള്ള രീതി, നിങ്ങളുടെ എയർലൈൻ പോലെ തന്നെ ആയിരിക്കും. ഓവർ ടൈം ബാങ്ക് ഏജൻസി എന്നുള്ള ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ചില മലയാളി നഴ്സുമാർക്ക് നല്ലപോലെ പൈസ എക്സ്ട്രാ ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മുടെ നാട്ടിലെ സെറ്റപ്പ് ഇല്ല. നമ്മുടെ നാട്ടിലെ പാവങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ഒരു ചെറിയ സാലറി തരും. ശരിക്കും നാട്ടിൽ നമ്മളെ മലയാളി നഴ്സുമാർ കാണുമ്പോൾ വിഷമമാണ്, ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എല്ലാ പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട്. ഇപ്പൊ തന്നെ NHS വേഴ്സിന്റെ ഒരു ഞാൻ ഇന്റർവ്യൂവിന്റെ ഹെഡാണ്. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് റെഫറൻസ് കൊടുക്കണമെങ്കിൽ 1 വർഷം ശമ്പളം ഇല്ലാണ്ട് വർക്ക് ചെയ്യണമെന്നാണ് NHS പ്രൈവറ്റിലെ കേരളത്തിലുള്ള നഴ്സിംഗ് ഹോമിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ. അതൊക്കെ ഭയങ്കര വേദനമായ കാര്യമാണ്. അപ്പൊ ഞാൻ മന്ത്രി വീണ ജോർജിയുടെ കോൺടാക്ട് ഉണ്ട്. ഞാൻ UK സംബന്ധിച്ച് ഹൈലി കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അത് ഒരുപാട് റേസ് ചെയ്യുന്ന കൺസേൺസ് ഒക്കെ. അപ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ നമ്മളെപ്പോലെ നമ്മളെ അനിയത്തിമാരെയും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാട് കാര്യം UK മൊത്തം ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു സദസ്സിലേക്ക് വരാൻ പറ്റിയ വളരെ അനുഗ്രഹമാണ്. ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാണ്, ഒരുപാട് സംസാരിക്കും. ഞാൻ എക്സൈറ്റഡ് ആയി നഴ്സിംഗ് ആണ് പറയുമ്പോ. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചോദിക്കാൻ കേട്ടോ. ഞങ്ങളൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം. സരിത അടുത്ത പോയിന്റ്സിലേക്ക് കിടക്കാമോ? അമൽ പറഞ്ഞോളൂ. അമൽ പോയിന്റ് സരിത അടുത്തേക്ക് കിടക്കും. അമൽ പറഞ്ഞോളൂ. ഹലോ, കേക്കാവോ? എന്റെ പേര് അമൽ എന്നായിരുന്നു. ഞാൻ ഇവരുടെ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 3 കൊല്ലം ആവുന്നേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് സിസ്റ്റങ്ങളൊക്കെ ഇവിടെ എന്നാ പറഞ്ഞ നാട്ടിലേക്കായാലും കുറച്ചുകൂടെ വ്യത്യാസം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ എന്നാ ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഹോസ്പിറ്റൽസ് ഉണ്ട്, നഴ്സിംഗ് ഹോം ഉണ്ട്, പിന്നെ വേറെ കുറെ കമ്മ്യൂണിറ്റി ഏരിയാസ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഇതുണ്ട്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടില് പറഞ്ഞാൽ എല്ലായിടത്തും ഹോസ്പിറ്റൽസ് ഉണ്ട്. ഒരു ഏരിയ തന്നെ കുറെ ഹോസ്പിറ്റൽസ് കാണും. ഇപ്പൊ അയർലൻഡിൽ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു UK-ൽ ഒത്തിരി ഹോസ്പിറ്റൽസ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അയർലൻഡിൽ കൂടുതലും ഹോസ്പിറ്റൽസ് ഒരു ഏരിയയ്ക്ക് ഒരു ഹോസ്പിറ്റലായിരിക്കും മിക്കവാറും. പബ്ലിക് ഹോസ്പിറ്റൽസ് ഒരു ഹോസ്പിറ്റലായിരിക്കും കാണുക.
എല്ലാവരും തന്നെ അവിടേക്ക് തന്നെയായിരിക്കും വരുന്നത്. എല്ലാ എന്നതാ പറയുന്നത്, എല്ലാ പേഷ്യൻസും അവിടേക്ക് തന്നെയായിരിക്കും വരുന്നത്. ഒരു പബ്ലിക് ഹോസ്പിറ്റൽ കാണുമായിരിക്കും, എല്ലാ കൗണ്ടികൾക്കും ഒരു എന്നാ പറയുന്നത് ഒരു ഹോസ്പിറ്റൽ കാണുമായിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പിന്നെ എന്താ കൂട്ടിച്ചേർക്കാനുള്ളത്? പിന്നെ ഈ അവേഴ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ തന്നെ എല്ലാവരും പറഞ്ഞു, ഇപ്പൊ ചേച്ചിമാരായാലും ശ്രീചേട്ടനായാലും പറഞ്ഞു 37.5 hours ആണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പൊ 3 ദിവസം വർക്ക് ചെയ്താൽ മതി, 3 ദിവസം ഫുൾ ഡേ വർക്ക് ചെയ്യുക, ബാക്കി 4 ദിവസം ഫ്രീ ആണ്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നമ്മള് ചിലപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നാട്ടിൽ 6 മണിക്കൂറാണ്. 6 മണിക്കൂർ ഡേയും പിന്നെ 12 മണിക്കൂർ നൈറ്റും. അപ്പൊ അങ്ങനെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അവേഴ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറൌണ്ട് 200-250 hours ഇൻ എ മന്ത് വർക്ക് ചെയ്യുന്നുണ്ട് നാട്ടില്. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമ്മൾ മാക്സിമം 37.5 hours വെച്ച് നോക്കുവാണെങ്കിൽ 150 hours ആണ് ഇന്ന മന്ത് ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് ഒത്തിരി ഒരു വ്യത്യാസമാണ് അത് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സിനോടൊപ്പം അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം, ആരുടെ ഒപ്പമാണ് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ 6 hours കൊണ്ടൊന്നും നമ്മുടെ ഒരു പരിപാടിയും അല്ലെങ്കിൽ ഒരു വർക്കും തീരത്തില്ല. 6 hours എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 8 hours ആയിരിക്കും. ഹാൻഡ് ഓവർ കൊടുത്ത് പോകുമ്പോഴേക്ക് 8 hours ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 12 hours എല്ലാ വർക്കും തീർക്കാൻ പറ്റും, ഹാൻഡ് ഓവർ ചെയ്ത് പോകാനും പറ്റും. തിരക്കുണ്ടാവും, അതിനനുസരിച്ച് സമയം പോകുന്നു അറിയില്ല, അതിനനുസരിച്ച് വർക്ക് ലോഡും ഉണ്ടാവും. പക്ഷെ എന്നാവട്ട് നമുക്ക് ഇത് തീർത്തിട്ട് പോകാനുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ നമ്മളൊരു പോയിന്റ് പറഞ്ഞല്ലോ, കേരളത്തിൽ നിന്നും എത്തിയ നേഴ്സുമാർക്ക് അയർലൻഡിലെ പ്രവൃത്തി സ്ഥലങ്ങളിൽ വിവേചനം നേരിടേണ്ടി വരുന്നുണ്ടോ എന്നൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു ടോപ്പിക് ഉണ്ടായിരുന്നല്ലോ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അങ്ങനെ വലിയ വിവേചനങ്ങളൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, പലരും ഇങ്ങനെ പറയണതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അങ്ങനെ വലിയ വിവേചനങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ആദ്യം എന്തായാലും നമ്മളൊരു വേറൊരു കൺട്രിയിലേക്ക് വരുമ്പം അവിടുത്തെ കൾച്ചറും എല്ലാം വളരെ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയും വളരെ ശരിക്കും വ്യത്യാസമായിരിക്കും. കാരണം നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തപ്പം നമ്മൾ ജസ്റ്റ് മെഡിസിൻ കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ ആ പേഷ്യന്റ് കെയർ മാത്രം, ആ മെഡിക്കലി മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുൾ കെയർ കൊടുക്കണം. അപ്പം നമുക്കിത് എന്താണ് ആദ്യം ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഹോമിലേക്കാണ് ഞാൻ ആദ്യം വന്നത്. അപ്പം നഴ്സിംഗ് ഹോമിൽ എന്താ നടക്കുന്നത് നമുക്ക് ആദ്യം അറിയാൻ മേലാത്തതിന്റെ പേരിൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അതിന്റെ ഒരു ആ എക്സ്പീരിയൻസിന്റെ കുറവുണ്ട്. ഇവിടുത്തെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാൻ മേലാത്തതിന്റെ കുറവിലുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആ തുടക്ക സമയങ്ങളിൽ ഉണ്ടായിരുന്നു. അല്ലാതെ ഇവിടെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ആൾക്കാരാണ്. പേഷ്യൻസ് ആണെങ്കിലും അവരുടെ ഫാമിലി ആണെങ്കിലും വളരെ നമ്മളോട് നല്ല ഒരു അപ്രോച്ച് ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ചില സ്റ്റാഫുകൾ, വളരെ സീനിയർ ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ചില ആ തുടക്ക സമയങ്ങളിലൊക്കെ നമുക്കിത് അറിയാൻ മേലാത്തതിന്റെ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് സമയം എടുക്കുന്നതിന്റെ കൊണ്ടൊക്കെ നമുക്ക് ഒരു ചെറിയതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഒക്കെ നമുക്ക് തുടക്ക സമയത്തിലൊക്കെ തോന്നി. അല്ലാതെ വലിയ എനിക്കൊരു ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. വിവേചനങ്ങളിലൊന്നും എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? ഇതൊരു വിവേചനം എന്ന് പറയുന്നത് ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആണല്ലോ. നമ്മൾ എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ. അത് എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് തികച്ചൊരു വ്യക്തിപരമാണ്. അത് ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ അവിടെ ഇവിടേക്ക് പല പല കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെയുള്ള കേസുകൾ നമ്മൾ പഠിക്കുമ്പോഴും പറഞ്ഞു കേട്ടതും തോന്നുമ്പോൾ അതിന് നമ്മൾ ജനറലൈസ് ചെയ്ത് കാണേണ്ട കാര്യമില്ല. അത് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് തികച്ചും വ്യക്തിപരമാണ് ഓരോരുത്തരുടെയും. അപ്പം നമ്മള് അങ്ങനെയൊന്നും ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് സന്തോഷത്തോടെ എന്താ പറയാ, നമ്മളൊരു ടീം വർക്കായിട്ട് മുമ്പോട്ട് പോവുക, അങ്ങനെയാണ് എല്ലായിടത്തും. ഞാൻ വർക്ക് ചെയ്ത സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ടോ ഒന്നും അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. കൂടുതലും എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഒരു പരിധിവരെ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ എന്താ പറയാ, അതിൽ നിന്ന് മാറി നമ്മള് വേറെ രീതിയിലോട്ട് നമ്മൾ എന്നാ പറയണേ, നമ്മുടെ ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ക്വാളിറ്റി നേഴ്സിംഗ് കെയർ, ഒരു എന്നാ പറയണേ, നമ്മളിപ്പം എല്ലാവരും തന്നെ നേഴ്സസ് വർക്കിൽ ബിസി ആയിട്ടുള്ളവരായിരിക്കും. അപ്പം നമ്മളൊരു ടീം വർക്ക് ആയിട്ട് പോകും. ഇപ്പൊ നമ്മൾ സീനിയർ ആയിട്ട് വന്നാല് വേറെ രാജ്യങ്ങളിൽ വരുന്ന പുതിയതായിട്ട് വരുന്ന നേഴ്സിനെ നമ്മൾ വെൽക്കം ചെയ്യുക. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതായിട്ട് ഷെയറിങ് കെയറിങ് ആയിട്ട് പോകുന്ന ഒരു രാജ്യമാണ് അയർലൻഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് പ്രത്യേകിച്ചൊരു വിവേചനം
തോന്നിയിട്ടില്ല. പിന്നെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പഠിച്ചിറങ്ങി ഇന്ത്യയിൽ നിന്ന് വൺസ് നമ്മൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ലക്ഷ്യം ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനൊക്കെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി എന്റെ ഭാവി, എന്റെ ഫ്യൂച്ചർ അവിടെ സെറ്റായി എന്ന് വിചാരിച്ചയാളാണ്. അപ്പൊ സത്യമായിട്ട് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞ് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഞാൻ ഇതിന് ചിന്തിച്ചില്ല, എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നു എന്നുള്ളതാണ് ഏറ്റവും ഞാൻ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നത് സത്യമായിട്ട്. അപ്പം എനിക്ക് നാട്ടിൽ ഇപ്പോഴും ഉള്ള എല്ലാവരോടും പറയാനുള്ള, നമ്മുടെ വർക്ക് പ്ലേസ്, നമ്മുടെ നമ്മുടെ ഫാമിലി, മെന്റൽ ഹെൽത്ത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒത്തിരി വാല്യൂ ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇതെല്ലാം. UK ആയിക്കോട്ടെ, അയർലൻഡ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ രാജ്യങ്ങളും. അപ്പം നിങ്ങള് ഒരിക്കലും നമ്മുടെ ഗ്രോത്തിനെ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കരുത്. നമ്മൾ എപ്പോഴും ആ ഗ്രോത്തിനെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുക. അതൊന്നും അല്ല, നമ്മൾ ആ ജോലിയൊക്കെ വിട്ട് നമ്മൾ ആ ഒരു എന്നാ പറയണ്ടേ, നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിനെ എപ്പോ പൊട്ടിക്കുന്നോ അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ കംഫർട്ട് സോണിനെ എന്റെ ഇന്ത്യയിലുള്ള എല്ലാ നഴ്സുമാരോടും പറയുവാണ്, നിങ്ങൾക്ക് തുറന്നു കിടക്കുന്ന വിശാലമായ ലോകമുണ്ട്, ഇതൊന്നുമല്ല. അപ്പൊ കംഫർട്ട് സോണിനെ വിട്ട് നമ്മളെല്ലാവരും പുറത്തോട്ട് വരിക എന്നുള്ളതാണ് എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള ഒരു കാര്യം. കാരണം ഇന്നും സ്റ്റിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം. ഇതൊരു നല്ലൊരു പോയിന്റ് ആണ്. അപ്പം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക, എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ഞാൻ സ്നേഹ പറയുന്നതിനോട് സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഇപ്പം ഈ പിന്നെ അതായത് ബുള്ളിങ് അല്ലെങ്കിൽ റേസിസം എന്നുള്ളത്, ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യേണ്ട ജോലി, ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുക, നമ്മുടെ പണികള് ആന്റിസിപ്പേറ്റ് ചെയ്ത് നമ്മള് പിന്നെ ജനറലി നമ്മൾ ഇന്ത്യൻ നേഴ്സസ് പിന്നെ നന്നായിട്ട് വർക്ക് ഹാർഡുമാണ്. പ്ലസ് അവര് എല്ലാം നോക്കിയും കണ്ടും ചെയ്യുന്നവരാണ്, മടി കൂടാതെ. അന്നേരം നമ്മളെ ഓരോ ജോലികളും ആന്റിസിപ്പേറ്റ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് നമ്മളെ വെറുതെ നമ്മളെ റേസിസോ അല്ലെ അൺനെസറി നമ്മളെ അവർക്ക് വഴക്ക് പറയാനായിട്ട് ഒരു അവസരം കൊടുക്കാതിരിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനൊന്നും ഫീൽ ചെയ്യത്തില്ല. നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്തു, നമ്മൾ ചെയ്യാനുള്ള കറക്റ്റ് ആയിട്ടെല്ലാം നോക്കി ചെയ്തെങ്കിൽ ഒരു മനുഷ്യരും നമ്മളെ അൺനെസറി ആയിട്ട് നമ്മളെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ നമ്മളെ ഇൻസ്റ്റഡ് അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യത്തേ ഉള്ളൂ. ഒരു ചെറിയ കാര്യമെങ്കിലും നമ്മളൊന്ന് ആന്റിസിപ്പേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ, ഓ സുബി യു ഡൺ, വെൽ ഡൺ എന്ന് പറഞ്ഞ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അതാണ് ഒരു പോയിന്റ്. പിന്നെ രണ്ടാമത് സ്നേഹ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഇതുപോലെ 30ാമത്തെ വയസ്സിലാണ് ഗവൺമെന്റ് ലാസ്റ്റ് ഏജ് ലിമിറ്റിലാണ് കിട്ടിയത്. എന്നിട്ട് ഞാൻ ഓർത്തു ഇനി ഗവൺമെന്റ് കിട്ടി, ഇനി എങ്ങും പോകാൻ പറ്റത്തില്ല. എന്റെയും പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹം നേഴ്സിംഗ് പഠിച്ചപ്പോൾ തൊട്ട് നമുക്കൊരു യൂറോപ്യൻ കൺട്രീസ് പോകണമെന്നായിരുന്നു. ഞാൻ ഏകദേശം ഒരു 13 വർഷത്തോളം ആ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്ത് ഇനി എങ്ങോട്ടും പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തു. ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്തത്. ഞാൻ എന്നിട്ട് ഇൻചാർജ് ആൻഡ് സൂപ്പർവൈസർ ലെവലിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് ആഫ്റ്റർ 40 വയസ്സിന് ശേഷമാണ് ഞാൻ ഇവിടെ അയർലൻഡിൽ എത്തിയത്. അന്നേരം ഞാൻ വന്നതിന് ശേഷം ഞാൻ എന്റെ ഹോസ്പിറ്റലുള്ളവരോടും പലരോടും ഞാൻ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. എത്ര വയസ്സായെന്ന് പറഞ്ഞാലും പലരും എന്നെ അന്നേരം എന്നോട് മുഖത്ത് നോക്കി ചോദിച്ചവരുണ്ട്, ചേച്ചി സൂപ്പർവൈസർ ലെവലിൽ എത്തി, ചേച്ചിക്ക് ഇത്രയും സാലറി, മോർ ദാൻ 1 lakh എബോവ് സാലറി എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന, ഇത്രയും സാലറി, ഇത്രയും വെൽ സെറ്റിൽഡ് ആയിട്ട് ചേച്ചി എന്തിനാണ് ഈ ഗവൺമെന്റ് ജോലി ഉപേക്ഷിച്ച് അയർലൻഡിൽ പോകുന്നതെന്ന് എന്നോട് മുഖത്ത് നോക്കി പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്നേരം സ്നേഹ പറഞ്ഞ പോലെ എന്റെ ആ ഒരു കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ജസ്റ്റ് ഞാൻ ഒരു ചലഞ്ചിങ് ആയിട്ട് ഏറ്റെടുത്ത് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ 3.5 വർഷമായി. ഐ ആം പെർഫെക്റ്റ്ലി ഹാപ്പി. എനിക്ക് ഈ സ്നേഹ പറഞ്ഞ പോലെ ഇച്ചിരി കൂടെ നേരത്തെ വരാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാല് ഇവിടെ അയർലൻഡിൽ വന്നതിനെ പറ്റി. അതാണ് എനിക്ക് പറയാനുള്ളത്. സിജി UK അനുഭവം പറയുന്നുണ്ടോ സിജി? പറയാം. ഇത് തുടങ്ങി നിർത്താൻ പറ്റില്ല, അതെന്റെ പ്രശ്നം. ഞാൻ മോട്ടിവേറ്റർ സ്പീക്കിംഗ് കൂടെ നേഴ്സിംഗ്മാരുടെ അതാ പ്രശ്നം. ബേസിക്കലി വിവേചനം എന്ന് പറയുന്നത് നമ്മളതൊരു ഹാർട്ടായിട്ട് കാർഡായിട്ട് ഉപയോഗിക്കുന്ന മലയാളികൾ ഇവിടെ ഉണ്ട്. അതായത് വെറുതെ എന്നെ ബുളി ചെയ്തു, ഹറാസ്മെന്റ് ചെയ്തു, അതൊരു ആ കാർഡ് എപ്പോഴും ഉപയോഗിക്കുന്ന മലയാളികളും പലവിടെയും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കുറ്റപ്പെടുത്തല്ല. പൊതുവെ ചില ഏരിയ NHS ഇംഗ്ലണ്ട് വെയിൽസ് കുറെ ഉണ്ടെങ്കിൽ ചില ഏരിയകളിൽ
പ്രത്യക്ഷമായ വിവേചനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ബെയിം ബ്ലാക്ക് ഏഷ്യൻ മൈനോറിറ്റി ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു വന്നത് ബ്ലാക്ക് ഏഷ്യൻ മൈനോറിറ്റി ഗ്രൂപ്പ് ഉണ്ട് അയർലൻഡ് എല്ലാവിടെ ഉണ്ട്. അത് ബെയിം ഗ്രൂപ്പ്. അവിടെ സപ്പോർട്ട് സീക്ക് ചെയ്താൽ നമുക്ക് റിയലി ബുള്ളിങ് ഹറാസ്മെന്റ് വിക്ടിം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സപ്പോർട്ട് ഗവൺമെന്റ് കിട്ടും. പക്ഷെ അത് പ്രൂവൺ ആയിരിക്കണം. നമ്മൾ ചുമ്മാ ഒരു ആനുവൽ ലീവ് തന്നു, കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിച്ചത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, എനിക്ക് എന്റെ പൊന്നു ചേട്ടാ എനിക്ക് ആനുവൽ ലീവ് ചോദിച്ചു തന്നില്ല, വേറെ ആൾ കൊടുത്തു, നമ്മൾ സംഭവം ഒരാൾ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെയായിരിക്കും. പക്ഷെ ആ മലയാള കൊച്ചിന്റെ ഡ്യൂട്ടി മാനേജർ വിളിച്ച് സംസാരിച്ചപ്പോൾ അതല്ല കാര്യം. അത് നമ്മളിപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വിവേചനം പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും സംസാരിച്ചാൽ ആ വിവേചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഉണ്ട്, എല്ലാവിടെയും ഉണ്ട്, ഇല്ല ചിലവിടെയൊക്കെ ഉണ്ട്, പക്ഷെ കുറവാണ്. കാരണം റേസിസം എന്നുള്ള കാർഡ് ഉപയോഗിച്ച എല്ലാ ഇംഗ്ലീഷിലെ ഡയറക്ടർമാരും മാനേജർമാരും കുടുങ്ങും. കാരണം റിയലി അവർ വിവേചനത്തിന് ഒരു നഴ്സിനെ മലയാള നഴ്സിനെ ഒരു ഇരയാക്കി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ പ്രത്യക്ഷമായി ചെയ്യാറില്ല, പക്ഷെ ചിലവിടെ ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം, ചെറുതായിട്ട്. പിന്നെന്താണ്, പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊന്ന് രണ്ട് പോയിന്റ്, നമ്മള് മലയാളി നഴ്സുമാർക്ക് ഇപ്പോ UK അയർലൻഡ് വരാൻ ഏറ്റവും കൂടുതൽ അവസരം ഇപ്പൊ ഉണ്ട് ഈ സമയത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ കംഫർട്ട് സോൺ വലിയ പോയിന്റ്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എന്താ നിങ്ങൾ ലൈഫില് നഴ്സിംഗ് കരിയറിലെ പരമാവധി ഏത് ലെവലിലും ഏറ്റവും രസം എന്താ വെച്ചാൽ നേഴ്സ് അല്ല, ഡെർമറ്റോളജി ഉണ്ട്, കാർഡിയോളജി ഉണ്ട്, റെസ്പിറേറ്ററി നഴ്സ് ഉണ്ട്, ഡിഫറെന്റ് സ്പെഷ്യാലിറ്റി ഉണ്ട്. നഴ്സുമായിട്ട് മാക്സിമം കേരളത്തിൽ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു നഴ്സിംഗ് ഡയറക്ടർ, സൂപ്രണ്ട്, ഡയറക്ടർ ലെവലിൽ റിട്ടയർ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മളെ വെറൈറ്റി ഒരു 10-25 50 വെറൈറ്റി ജോബ് ചെയ്യുന്നതിന്റെ ഒരു ഡിഫറൻഷ്യാലിറ്റി അത് ഭയങ്കര വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മലയാളി നഴ്സുമാർ ഇവിടെ എല്ലാം അവരുടെ കഴിവ് തെളിയിച്ച കുറെ സ്പെഷ്യാലിറ്റി എല്ലാവരും പാലിയേറ്റീവ്, ഇപ്പോൾ പാലിയേറ്റീവ് പേഷ്യൻസ്, പാലിയേറ്റീവ് ഉണ്ട്, അപ്പൊ നമുക്ക് ആ ഒരു നമുക്ക് ഇവിടെയാണ് ഈ യൂറോപ്യൻ കൺട്രി ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ. നമ്മൾ ഒരാളുടെ സ്പെഷ്യാലിറ്റി ആയിട്ട് മാറുകയാണ്, സ്പെഷ്യലിസ്റ്റ് നഴ്സ് ആയിട്ട് മാറുകയാണ് ഒരു 10 വർഷം ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അതൊരു വലിയ വ്യത്യാസം തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്ന ഡിഗ്നിറ്റിയാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. നഴ്സുമാർ അർഹിക്കുന്ന ഡിഗ്നിറ്റി നാട്ടിൽ കൊടുക്കാത്തതിന്റെ ഭയങ്കര ദേഷ്യം വിഷമമുള്ള മനുഷ്യനാണ് ഞാൻ. അത് ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ നാട്ടിൽ വെക്കുന്നവർക്കും കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഡിഗ്നിഫൈഡ് എന്താ വെച്ചാൽ ഹയറാർക്കി ഉണ്ടല്ലോ, നഴ്സ് ഡോക്ടർ ഹയറാർക്കി നാട്ടിലുണ്ടല്ലോ, അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. ഇവിടെ ഒന്നും അതില്ല. അതിന്റെ അതുകൊണ്ട് ഈ വേറെ ആടിയാനത്തില്ല. ഒരുപാട് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയും, പക്ഷെ തൽക്കാലം അതിനകത്ത് വേറെ ആടിയാനില്ല. ഈ മെന്റൽ ഹെൽത്ത് ഞാൻ പറയാൻ കാരണം, ഞാൻ ചാറ്റിലിട്ടത് നമ്മുടെ മെന്റൽ ഹെൽത്ത്, അതായത് ഹെൽത്ത് വെൽബീയിങ് നമ്മുടെ, അത് ഗവൺമെന്റ് NHSO അയർലൻഡ് സൂക്ഷിക്കുന്നുണ്ട്. അതിനാൽ വർക്ക് ലൈഫ് ബാലൻസ് നിങ്ങളവിടെ ഉണ്ടോന്ന് അറിയില്ല. വർക്ക് ലൈഫ് ബാലൻസ് ഒരു പരിപാടി ഉണ്ട്. നമുക്കൊരു വൈഫും ഹസ്ബൻഡും ഒരു NHS ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് സൈൻ ചെയ്യാം. 3 ഫിക്സഡ് ഷിഫ്റ്റ് ഹസ്ബൻഡും 3 ഫിക്സഡ് വൈഫിനും കൊടുത്ത് ചൈൽഡ് കെയറിനെ ഫെസിലിറ്റി ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ ഒരു പോളിസി എല്ലാവിടെയും ഉണ്ട്. NHS എല്ലാം ഇംഗ്ലണ്ടിലുണ്ട്, അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതൊക്കെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മെന്റൽ ഹെൽത്ത് നോക്കുന്നുണ്ട്, വെൽബീയിങ് ക്ലിനിക് ഉണ്ട്, നമുക്കൊരു സിക്നസ് വന്നാൽ പോലും അതിന് പ്രോപ്പറായിട്ട് സിക്നസിന്റെ ഓക്യുപേഷൻ ഹെൽത്ത് റെഫറൽ ഉണ്ട്. അതൊക്കെ കുറച്ച് കൂടുതൽ നന്നായിട്ട് ഈ കൺട്രികളിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അമൽ എന്ത് പറയുന്നത്? അമൽ വിവേചനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നിയത് പഴയ ജനറേഷനാണ് കൂടുതൽ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഉള്ളതെന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പോഴത്തെ ജനറേഷന് കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ട്, അവർക്ക് കാര്യങ്ങൾ അറിയാം, കുറച്ചുകൂടെ ഇത് കേട്ടാണ് വളരുന്നത്. കാരണം ഞാൻ വന്ന സമയത്ത് ഒത്തിരി അതായത് ഇനീഷ്യലി വരുന്ന സമയത്ത് ഒത്തിരി പ്രായമായവര് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരിൽ നിന്ന് അവര് പ്രത്യക്ഷത്തിൽ അല്ലാതെ ഫ്രണ്ട് കാണുമ്പോൾ അവർ പറയില്ല, അല്ലെങ്കിൽ ഇതില്ല, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു വഴിക്ക് അല്ലെങ്കിൽ വേറൊരു വഴിക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇവര് നമ്മളെ എന്തോ ആക്കുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആദ്യം തുടക്ക സമയത്ത്. പക്ഷെ പിന്നീട് അവര് എന്താ പറഞ്ഞ അവര് റിസൈൻ വെച്ച് പോകുന്നു. പിന്നെ വരുന്ന പുതിയ ആൾക്കാര്, ആ ഒരു ഡിഫറൻസ് എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റും. പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരിക്കലും അവര് എന്നാ പറയുന്നത് നമ്മുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ഇത് ചെയ്യൂ അങ്ങനെയൊന്നും അല്ല. പക്ഷെ നമുക്കത് ചില കാര്യങ്ങൾ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എനിക്ക് വന്ന സമയത്ത്. അതല്ലാതെ ഒരു പരിധിക്കുള്ള റേസിസം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സരിത, അടുത്ത പോയിന്റ് എടുക്കാമോ സരിത? പോയിന്റ് പിന്നെ ഇവിടെ ഓർഗനൈസേഷൻസോ അസോസിയേഷൻസോ എന്തോ നേഴ്സുമാരുടെ എന്തെങ്കിലുമൊക്കെ കൂട്ടായ്മകളുണ്ടോ എന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നമുക്ക് ഒരു കേരള നേഴ്സുമാർ, മലയാളി നേഴ്സുമാർ എന്നല്ല, അല്ലാതെ തന്നെ
അയർലൻഡിലുള്ള എല്ലാ നേഴ്സുമാർക്കും കൂടെ ഒരു ഓർഗനൈസേഷൻ നമുക്കിവിടെ INMO എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അയർലൻഡ് നേഴ്സസ് ആൻഡ് മിഡ്വൈസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് ആ INMOയിൽ മെമ്പർഷിപ്പ് എനിക്കുണ്ട്. അതുപോലെ ഒരുവിധപ്പെട്ട കുറേയധികം ഇവിടെയുള്ള നേഴ്സുമാർക്കൊക്കെ മിക്കവർക്കും തന്നെ ഉണ്ട്. അത് ശരിക്കും നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതായത് നമ്മളെപ്പോഴും ഏത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്താലും അതിൻ്റെ അണ്ടറിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യാനും അല്ലെ നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാനും ഈ നമ്മുടെ നേഴ്സിംഗ് ഇതിൽ തന്നെ വരുന്ന കരിയറിൽ വരുന്ന എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടെന്നോ അല്ലെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഓർഗനൈസേഷനായിട്ട് നമ്മൾ INMO എന്നുള്ളതിനകത്ത് ഞാൻ മെമ്പറാണ്. ഇന്ത്യൻ നേഴ്സസിന്റെ ആയിട്ട് ഞാൻ പേഴ്സണലി അങ്ങനെ ഇന്ത്യൻ നേഴ്സസ് തന്നെയുള്ളൊരു അസോസിയേഷനിലൊന്നും എനിക്കൊരു മെമ്പർഷിപ്പ് ഇല്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാനതിൽ മെമ്പർഷിപ്പ് അല്ല. പക്ഷെ ഇത് INMOയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അതുവഴി നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനൊന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് UK കാര്യങ്ങളാണ്. അയർലൻഡ് സെയിം ആയിരിക്കും. നമ്മൾ രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. നമുക്കൊരു യൂണിയൻ ഡെഫിനറ്റ് ആയിട്ട് UK വന്ന നഴ്സുമാർ, അയർലൻഡ് നഴ്സുമാർ ഡെഫിനറ്റ്ലി RCN, യൂണിസൺ, അങ്ങനെ പല കമ്പനി ഉണ്ട്. അതിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തിരിക്കണം, മസ്റ്റാണ്. ബിക്കോസ് നമ്മളെ ഒരു പ്രശ്നം വന്ന, സിക്നസ് പ്രശ്നം, ജോലി പ്രശ്നം വന്നു, ഡ്രഗർ വന്ന് സപ്പോർട്ട് ചെയ്യാൻ ഈ യൂണിയൻ മസ്റ്റാണ്. അപ്പോൾ അത് എടുക്കാതെ കുറെ NMC ഹിയറിംഗ് ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ ജൂനിയർ നഴ്സുമാരെല്ലാം ഈ 16 പൗണ്ടോ 10 യൂറോ 20 യൂറോ ലാഭിക്കാൻ വേണ്ടി അത് എടുക്കാണ്ട് ഡ്രഗർ സംഭവിച്ച് പിൻ നമ്പർ വൈ കേസ് കിട്ടും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് 2 കൺസെപ്റ്റ്. ആ യൂണിയൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവിടെ ജേർണൽസ് ഉണ്ട്, അവർക്ക് ഓൺലൈൻ ഉണ്ട്. RCN ആണ് എൻ്റെ ഇവിടെ ഏറ്റവും UK ഫേമസ്, റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. അവർ ഇഷ്ടംപോലെ ഗൈഡൻസ് ഉണ്ട് നമ്മുടെ പഠിപ്പിക്കാനും ഓൺലൈൻ വെബിനാർ, സെമിനാർ. അതൊരു കൺസെപ്റ്റ്. സെക്കൻഡിൽ ഞാൻ നേതൃത്വം ചെയ്യുന്ന ഒരു 10,000 പേരുള്ള കേരള നഴ്സസ് UK അടിച്ചാൽ ഞാനും ജോബി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് തുടങ്ങിയാണ്. 4 വർഷം തുടങ്ങിയാണ് UK മലയാളി കേരള നഴ്സുമാർ ഒരൊറ്റ അമ്പറിലേക്ക് കൊണ്ടുവന്നു. അതിപ്പോൾ ഞാൻ അതിന്റെ മോഡറേറ്റർ അഡ്മിനും കൂടെയാണ്. അപ്പോൾ അതിൽ നമ്മൾ 4 വർഷമായിട്ട് ചെയ്യുന്നത് ബാൻഡ് 5 to 8, അതായത് ജൂനിയർ നഴ്സ് തൊട്ട് ഡയറക്ടർ വരെയുള്ള ഒരു കരിയർ പാത്വേകൾ ഇന്റർവ്യൂ ആണ്. ഞാൻ പഠിപ്പിക്കുന്ന ഇന്റർവ്യൂ ആണ് കൂടുതൽ. പിന്നെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ മലയാളിയെ കൈപിടിച്ചുയർത്താൻ മലയാളികളെ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് നമ്മൾ ആ ഗ്രൂപ്പ് നന്നായിട്ട് 4 വർഷമായിട്ട് വന്ന ഗ്രൂപ്പ് 10,000-ത്തോളം ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പാസ്റ്റർ കെയർ, ക്ലാസ്, ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട്, ഇതെല്ലാം ഒരു പൈസ, ഒരു പി പോലും ഇൻവോൾവ്മെന്റ് ഇല്ല. നമ്മുടെ സാറ്റർഡേ സൺഡേ വേണ്ടി മാറ്റി വെച്ചിരിക്കുക എല്ലാ കുറെ നല്ല സീനിയേഴ്സ് നഴ്സുമാര്. അങ്ങനെ കൺസെപ്റ്റിലാണ് ഇപ്പോൾ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്തു ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമ്മളെ കുറെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങി പല പരിപാടിക്ക്. അപ്പൊ നമ്മളെ സപ്പോർട്ട് നമ്മളെ ഉള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സപ്പോർട്ടിങ് നെറ്റ്വർക്ക് ഇവിടെ ഉണ്ട്. അത് എല്ലാവിടെ ഉണ്ട്. എനിക്കാണെങ്കിൽ അയർലാൻഡിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ പല രീതിയിലും പല ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നറിയാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മലയാളത്തിൽ സംസാരിച്ച് മലയാളം, ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആർക്കും പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ 2 വർഷം. പക്ഷേ നമ്മുടെ ടീം മലയാളത്തിൽ സംസാരിച്ച് മലയാളത്തിൽ പ്രസന്റ് ചെയ്ത് ഒരു ഗ്രൂപ്പ് നമ്മൾ മലയാളത്തിലെ കരയാനും ചിരിക്കാൻ ഏറ്റവും എളുപ്പം, ഇംഗ്ലീഷിലല്ല. അത് ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് ആ ഗ്രൂപ്പ് നന്നായിട്ട് പോകുന്നത്. പക്ഷേ അത് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോഴത്തെ ഒരു 10,000 പേർക്കോളം അതൊരു സീനിയർ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ആ നെറ്റ്വർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇമോഷണലി ഹെൽപ്പ് പറഞ്ഞ ഒരു പ്രശ്നം വന്നപ്പോൾ ആ ഗ്രൂപ്പിൽ ഇടും, ഇന്ന വാർഡിൽ ഇന്ന പ്രശ്നം, എന്താ ചേട്ടാ ചെയ്യേണ്ട, എന്താ ചെയ്യുക. അപ്പൊ നമ്മൾ ഉടനെ ആ ഗ്രൂപ്പിൽ ആരെങ്കിലും അതിന് മെസ്സേജ് ഇടും, നിങ്ങൾ ഇന്ന ആളെ കോൺടാക്ട് ചെയ്യും, ഇന്നവരെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രിയ സപ്പോർട്ട് വേറെ രാജ്യത്ത് ജീവിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല വാലിഡ് പോയിന്റ് സരിത പറഞ്ഞത്. എല്ലാ അസോസിയേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ INMO തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നാട്ടിലത്തെ ഒരു അസോസിയേഷനും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. INMO ആണ്. എല്ലാവരും തന്നെ INMOയിലാണ് ജോയിൻ ചെയ്യുന്നത്. ഭയങ്കര സപ്പോർട്ടാണ് അവര്. ഈ പറഞ്ഞ പോലെ ഓൺലൈൻ മാഗസീൻസും ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതിനകത്തും ഉണ്ട്. പിന്നെ എന്നതാ സാലറി പ്രൊട്ടക്ഷനോ അങ്ങനെയുള്ള എന്ത് സംഭവമാണെങ്കിലും അവര് ഒത്തിരി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് INMO. നമ്മുടെ നമ്മുടെ പല സംഘടനകൾ, ഇപ്പൊ നാട്ടിലുള്ള ഒത്തിരി സംഘടനകളുണ്ട്, നമുക്കറിയാം നേഴ്സ് സംഘടനകൾ. പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളതിന് പ്രോബ്ലം വിട്ടുകൊടുക്കുന്നതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. അത് ഭയങ്കര വിദൂരതയിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി സമരം ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യുന്നു, അടി കൂടുന്നു, ബഹളം വെക്കുന്നു. പിന്നെ അതൊന്നും അല്ലാതെ തേഞ്ഞുമാഞ്ഞു പോകുന്ന പ്രശ്നമാണ്. പക്ഷെ ഇപ്പൊ INMOയുടെ ചെറിയൊരു ഇൻസിഡന്റ് പറയാം. ഞാൻ പ്രീവിയസ്ലി ഇവിടെ വർക്ക് ചെയ്ത ഹോസ്പിറ്റലില്, HSC ഹോസ്പിറ്റലില്
ഞങ്ങൾക്ക് ഒത്തിരി സ്റ്റാഫിന്റെ ഒരു ഷോർട്ടേജ് വന്നു. ഒരു മൊമെന്റിൽ സ്റ്റാഫിന്റെ ഷോർട്ടേജ് വന്നപ്പോഴത്തേനും വേറെ നമുക്ക് ഇപ്പം INMOയിൽ നമ്മൾ ഇൻഫോം ചെയ്തു, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഇപ്പം ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി എനിക്ക് എന്തെങ്കിലും ഇതിലൂടെ INMOയ്ക്ക് ഇമെയിൽ അയക്കാം, കോൾ ചെയ്ത് പറയാം, എന്ത് വേണമെങ്കിലും ഫ്രീ ആയിട്ട് പറയാം. അതിന് നമ്മൾ വേറെ ഒരു എന്നാ പറയുക നമ്മുടെ സുപ്പീരിയറിനെ സമീപിക്കും, അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും ഫ്രീ ഫീൽ കോണ്ടാക്ട് ചെയ്യാവുന്ന ഒരു സംഘടനയാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ അവർക്ക് ഇങ്ങനെ അയച്ചുകൂടെ ഭയങ്കര ഇപ്പം നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞു. അപ്പം HSCയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു ഇപ്പൊ ഇന്റർവ്യൂ നമുക്ക് പറ്റത്തില്ല. അപ്പം പെട്ടെന്ന് INMOയുടെ സ്റ്റാഫ് എല്ലാം കൂടെ വന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് വെക്കുവാണ്. അന്ന് തന്നെ അവിടെ ഡിസൈഡ് ചെയ്യുവാണ്, നമുക്ക് എല്ലാവർക്കും ഒരു എൻകറേജ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് തരുവാണ് അവര്. ഇനി ഹോസ്പിറ്റലില് നഴ്സിന്റെ നഴ്സസിന്റെ വരുമ്പം ആര് വർക്ക് ചെയ്താലും അന്ന് ഡബിൾ സാലറി ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. നമുക്കിപ്പോ ഇവിടെ സൺഡേ ആണ് ഡബിൾ സാലറി, അല്ലെ പബ്ലിക് ഹോളിഡേ ആണ്, അങ്ങനെയാണ്. പക്ഷെ എൻ്റെ ആ ഹോസ്പിറ്റലില് ഇനി ഒരു സ്റ്റാഫ് വന്ന് അവിടെ ആ ഒരു സ്റ്റാഫിന്റെ ഇത് മാറുന്നിടം വരെ നമുക്ക് ആര് വർക്ക് ചെയ്താലും ഏത് സ്റ്റാഫ് വർക്ക് ചെയ്താലും നമുക്ക് ഡബിൾ പേ ആയിരുന്നു. അതൊക്കെ നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ അവിടെ നമ്മുടെ ആ ഷോർട്ട് അവിടെ മാറി. കാരണം നമ്മളിൽ തന്നെ ഓക്കെ ഡബിൾ പേ ഉണ്ട്, നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യണം. അതൊരു ഒത്തിരി ലോങ് പ്രോസസ് ആയിട്ട് പോകുന്നില്ല. അവിടെ നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നില്ല, സമരം ചെയ്യേണ്ടി വരുന്നില്ല, അത് ഒന്നും അല്ലാത്ത രീതിയിൽ പോകുന്നില്ല, നമ്മൾ സഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പം അത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടി, നമ്മളെല്ലാം ഹാപ്പി ആയി. അപ്പൊ അത് പെട്ടെന്നൊരു തീരുമാനങ്ങൾ ഉണ്ടാവും ഇതിനൊക്കെ. അപ്പൊ നമുക്ക് ഒരു €25 മന്ത്ലി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ എമൗണ്ട് ആയിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. കാരണം നമ്മളൊരു സംഘടന നിൽക്കുമ്പോൾ നാളെ അല്ലെങ്കിൽ ഇന്ന് നമുക്കൊരു പ്രശ്നം വന്നാൽ ഇവർ നമ്മുടെ കൂടെ സ്റ്റാൻഡ് ബൈ ചെയ്യും, നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ള ഒരു തീരുമാനത്തിൽ വ്യക്തമായ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സംഘടനകളിൽ എല്ലാ നഴ്സുമാരും ജോയിൻ ചെയ്യണം, അത് നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു ഭാഗമാണ്. പിന്നെ അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. പോയിന്റ് ഒക്കെ കവർ ചെയ്തെന്ന് തോന്നുന്നല്ലോ നമ്മള്. ഇനി പറഞ്ഞിട്ടുള്ള ഗൗതം ഉണ്ട് തോന്നുന്നു. ഗൗതം എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യുന്നോ? സെറ്റ് വേറെ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടോ? അങ്ങനെ നമുക്കത് പിന്നെ ഇപ്പൊ നമ്മളിവിടെ ഒരു ഇത് പറഞ്ഞല്ലോ, ഉയർന്ന സാമ്പത്തിക വരുമാനത്തിന്റെ കാര്യം മാറ്റി നിർത്തിയാൽ അയർലൻഡിലെ നേഴ്സിംഗ് ജോലി ആകർഷകമാക്കപ്പെടുന്നതിന്റെ മറ്റ് ഘടകങ്ങൾക്കകത്ത് നമുക്ക് നമ്മുടെ ചൈൽഡ് എഡ്യൂക്കേഷൻ ഒക്കെ പറയാം. നമ്മളിപ്പോ ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്കിവിടെ ചൈൽഡ് എഡ്യൂക്കേഷൻ നമുക്ക് ഫ്രീ ആണ്. നാട്ടിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് പ്രൈവറ്റ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് എല്ലാവരും തന്നെ പ്രൈവറ്റ് സ്കൂളിൽ വിടുന്നു, അതിനൊരു പ്രത്യേകം ഫീസ് കൊടുക്കുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂൾ മാത്രമാണ് ഉള്ളത് നമുക്കപ്പോൾ. അതുകൊണ്ട് ചൈൽഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. പിന്നെ പിള്ളേര് വളരെ ഹാപ്പിയാണ്. കാരണം ഒരു 6th ക്ലാസ് വരെ 6th സ്റ്റാൻഡേർഡ് വരെ പിള്ളേർ അവർക്ക് വളരെ വർക്ക് ലോഡ് പഠിക്കാൻ വളരെ കുറവായിരിക്കും. അപ്പം അവർക്ക് ഒത്തിരി പ്ലേ ടൈം ഉണ്ട്. അപ്പൊ പിള്ളേര് വളരെ ഹാപ്പിയാണ്. അത് വേറെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പം നാട്ടില് ജോലി ചെയ്ത സമയത്താണെങ്കിൽ എന്റെ പിള്ളേരെയൊക്കെ ആണെങ്കിൽ ഞാൻ 2ലും 3ലും ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെപ്പോലും അവർക്ക് വേണ്ടി സമയം നമ്മൾ അവരെ പഠിപ്പിക്കാൻ ഒരു സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ വന്നപ്പോൾ പിള്ളേർ ഭയങ്കര ഹാപ്പിയായി, അവർക്ക് കളിക്കാൻ ടൈമുണ്ട്, എന്നാൽ അവർ ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്കൂളിലിരുന്ന് മാക്സിമം ചെയ്യുന്നു, വളരെ കുറച്ച് ഹോംവർക്ക് മാത്രം വീട്ടിൽ വന്നാൽ ചെയ്താൽ മതി. പിന്നെ ഫ്രൈഡേ കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ എല്ലാം പിള്ളേർക്ക് ഒന്നും പഠിക്കാനില്ല. അപ്പൊ അവര് ഹാപ്പിയാണ്. നാട്ടിലാണെങ്കിൽ പിള്ളേരെ നമ്മൾ കുറേ ഹോംവർക്കും കൊടുത്തു വിട്ട് തിങ്കളാഴ്ചയാകുമ്പോൾ കുറേ ടെസ്റ്റ് പേപ്പറായി, നമ്മളൊക്കെ ഒരു സാറ്റർഡേ സൺഡേ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പിള്ളേരെ പഠിപ്പിച്ചു, നമ്മളാകെ ടെൻസ്ഡായി, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പിള്ളേരും ഭയങ്കര ഹാപ്പിയാണ്, പഠിത്തത്തിന്റെ ഒക്കെ കാര്യമാണ്. അപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഒരു മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു വൺ ഓഫ് ദ റീസൺസ് ആണ് ചൈൽഡ് എഡ്യൂക്കേഷനും അല്ലെങ്കിൽ ഫാമിലി ലൈഫ് എന്നൊക്കെ പറയുന്നത്. വേറെ ഇനി ഏത് പോയിന്റ് നമ്മളിനി പറയാനുള്ളത്? പോയിന്റിൽ മറ്റുള്ളൊരു എന്തെങ്കിലും അഭിപ്രായം പറയുമോ? അതുപോലെ ഒരു കാര്യം കൂടി എനിക്ക് സരിത പറഞ്ഞതിനോട്ട് ആഡ് ചെയ്യാനുള്ള, ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ് മാസം തോറും നമുക്ക് നമ്മുടെ ഒരു കൊച്ച് ഇപ്പൊ ഏത് ഏജിൽ അവരിപ്പോ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാലും അവര് വൺസ് അയർലൻഡിൽ എൻറ്റർ ചെയ്യുന്ന ആ മാസം മുതൽ നമുക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക
നമ്മുടെ വീട്ടിൽ ഇപ്പൊ എത്ര മക്കളുണ്ട്, ഇപ്പൊ 2 മക്കളായിക്കോട്ടെ 3 മക്കളായിക്കോട്ടെ അല്ലെ ഒരാളായിക്കോട്ടെ, അവർക്ക് ഇപ്പം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 140 യൂറോ വെച്ച് എല്ലാ മാസവും അവർക്ക് വേണ്ടി നമുക്ക് ഗവൺമെന്റ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ, അതായത് നമ്മളിപ്പം പ്രൈമറി ആയിട്ട് ഉള്ളതിപ്പം ഒരു നേഴ്സ് വരുന്നെങ്കിൽ അവരാണ് മെയിൻ ആയിട്ടുള്ള ബാക്കി ഉള്ളവരാണ് ഡിപ്പെൻഡന്റിലാണ്, ഹസ്ബൻഡും മക്കളും എല്ലാം ഡിപ്പെൻഡൻസ്. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു ഇപ്പൊ ഞാനാ വന്നെങ്കിൽ എന്റെ അക്കൗണ്ടിലോട്ട് എല്ലാ മാസവും എനിക്കിപ്പോ ഒരു മോളാ ഉള്ള, അവൾക്ക് വേണ്ടി ഇപ്പം ഒരു മാസം 140 യൂറോ വെച്ച് നമുക്ക് ഗവൺമെന്റ് തരും. അതല്ല ഇപ്പൊ സരിതയ്ക്ക് ഇപ്പൊ 2 മക്കളുണ്ട്, അന്നേരം 2 മക്കളുടെ 140 പ്ലസ് 140 280 യൂറോ. അങ്ങനെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക അവർക്ക് വേണ്ടി ഗവൺമെന്റ് തരുന്നുണ്ട്. അന്നേരം അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആയിട്ട് നമുക്കിപ്പം ഒരുപക്ഷെ നമുക്ക് അതിനായിട്ട് ഇച്ചിരി സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് വേണ്ടി ചെലവാക്കാനായിട്ട് പോലും ഇപ്പൊ അവർക്ക് വേണ്ട എന്തെങ്കിലും ബുക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി അവർക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കാനായിട്ട് ഈ ഒരു 140 യൂറോ തന്നെ മോർ ദാൻ ഇനഫാണ് ഒരു മാസം ഒരു കൊച്ചിനുള്ളത്. അങ്ങനെ ഒരു ഇതൂടെ തരുന്നുണ്ട്. രേണു മാഡം ചെയ്തല്ലോ അല്ലേ? ഹലോ മാഡം. ഞാൻ ഇപ്പോഴും ഒരു അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം അല്ല അതിന്റെ ക്ഷമാപണം ചോദിക്കുന്നു. കുഴപ്പമില്ല, ചെയ്യാം, കുഴപ്പമില്ല. മാഡം തിരക്കിലുണ്ടെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ. താങ്ക്സ് മാഡം. വേറെ എന്തെങ്കിലും അമൽ ഇതിനെ കുറിച്ച് പറയാമോ? വേറെന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ള, ഈ പറഞ്ഞ പോലെ പിള്ളേരുടെ ഇതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അതായത് ആരെങ്കിലും നഴ്സുമാരായാലും അല്ല നഴ്സുമാരെന്നല്ല കേട്ടോ, ഇവിടുത്തെ ആരായാലും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും ഇവര് ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. നെക്സ്റ്റ് 9 monthsലേക്ക് ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. അതായത് സ്കാനിങ് ആണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള പ്രഗ്നന്റ് പീരീഡിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനാണെങ്കിലും എഡ്യൂക്കേഷനും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. പിന്നെ ആ സമയത്തുള്ള എല്ലാ കെയറും GP അപ്പോയിന്റ്മെന്റും അല്ലെങ്കിൽ കൺസൾട്ടന്റുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റും കെയറും അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയർ ആയാലും എല്ലാം വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇവര് ചെയ്തു കൊടുക്കുന്നതും. അതും ഒരു എന്നാ പറയാ സാലറിക്ക് പുറമേ ഉള്ള ഒരു ബെനിഫിറ്റ്സ് ആയിട്ട് അതിനെ കണക്കൂട്ടാം ഞാൻ പറയാം. പിന്നെന്താ, പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. അമല് പറഞ്ഞ പ്രഗ്നൻസിയെ അതിനോട് ഞാൻ ഒരു പോയിന്റൂടെ ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. അതായത് ഇന്ത്യയിൽ നമ്മൾക്കിപ്പം ഒരു നേഴ്സ്, ഇപ്പം ബേസിക്കലി നേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ പ്രഗ്നന്റ് ആയി അവരന്നേരം മാക്സിമം ഒരു 8 മാസം 9 മാസം വരെ അവർ വർക്ക് ചെയ്യും. വർക്ക് ചെയ്തതിന് ശേഷം അവർക്ക് 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് ആണ്. അന്നേരം അവർ 6 മാസം മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് മെറ്റേണിറ്റി ലീവ് ഇന്നിപ്പം ഫിനിഷ് ചെയ്തെങ്കിൽ നാളെ തന്നെ അവർക്ക് ജോയിൻ ചെയ്യണം. ഈവൻ ദോ അവർക്ക് ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ആനുവലി ഉണ്ടെങ്കിൽ പോലും പല മാനേജ്മെന്റുകളും അത് കൊടുക്കാൻ തയ്യാറല്ല. അല്ലെങ്കിൽ അവര് ലീവ് വിത്തൗട്ട് പേ എടുക്കാൻ ഇവര് തയ്യാറാ. കാരണം ചിലപ്പോൾ അവർക്ക് 2 പിള്ളേർ കാണും, അന്നേരം ഹസ്ബൻഡും ജോലിക്ക് പോകുന്നതായിരിക്കും. അന്നേരം ചിലപ്പോൾ 2 പിള്ളേരെയും കൂടെ നോക്കാനായിട്ടൊരു മെയ്ഡിനെയോ അല്ലെ അങ്ങനെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് അല്ലെങ്കിൽ ഒരു ക്രച്ച് അങ്ങനെയൊന്നും അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവര് ലീവ് വിത്തൗട്ട് പേ എടുത്ത് വീട്ടിലിരിക്കാൻ റെഡി ആയിരിക്കും. പക്ഷെ പല മാനേജ്മെന്റുകളും അത് കൊടുക്കത്തില്ല. ലീവ് വിത്തൗട്ട് പേയും കൊടുക്കത്തില്ല, അവർക്കുള്ള ആനുവൽ ലീവും കൊടുക്കാനായിട്ട് ഞാൻ ഒരാളെ അല്ല, ഞാൻ കോമൺ ആയിട്ട് പറയുവാണ്. കൊടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകാം, പക്ഷെ കൊടുക്കാത്ത സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം 6 മാസം ഇപ്പം ഇവിടെ ഒരാൾ പ്രഗ്നന്റ് ആയി, ഇപ്പം പലർക്കും പല രീതിയിൽ ഇപ്പൊ ചിലർ 4-5 മാസം ആകുമ്പോഴത്തേനും പ്രഗ്നൻസി ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്തവരാണ്, ചിലർ 8 മാസം വരെ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പൊ 4 മാസം ശേഷം ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവർ പിന്നെ ഡെലിവറി ആവുന്നിടം വരെ ഇവർക്ക് ഇവിടെ സിക്ക് ലീവ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം കൊടുക്കുകയാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് സിംറ്റം, ഇപ്പൊ വോമിറ്റിംഗ് ആയി ഒരു ദിവസം വയ്യാതെ വരിക, സിക്ക് ലീവ് ആണെന്ന് പറയും. പ്രഗ്നൻസി ഈസ് നോട്ട് എ ഡിസീസ്, നിങ്ങൾ പ്രഗ്നൻസിയിൽ വന്ന് വർക്ക് ചെയ്തേ മതിയാവും. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് നാട്ടിൽ പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ ഒരു 4 മാസം 5 മാസം എനിക്കിനിയും വർക്ക് ചെയ്യാൻ വയ്യ, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റം കാരണം, ഓക്കെ, അന്നേരം നമ്മൾ ഇവിടെ പോയി നമ്മൾ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവര് ഡെലിവറി ആവുന്നിടം വരെ അവർക്ക് സിക്ക് ലീവാ. അതിനുശേഷം അവര്
വൺസ് മെറ്റേണിറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, അവർ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞു, അവർക്ക് ഇനി 3 മാസവും കൂടെ ആനുവൽ ലീവ് ഉണ്ട്. അന്നേരം അവർ അപ്ലൈ ചെയ്യുക, ഓക്കെ എനിക്ക് 3 മാസം ആനുവൽ ലീവ് ഉണ്ട്, എൻ്റെ കൊച്ചിനെ നോക്കാനായിട്ട് എനിക്ക് ഇവിടെ ആളില്ല. ആ 3 മാസം ആനുവൽ ലീവ് അവർ കൊടുക്കും. അതിനുശേഷം ഇപ്പൊ അവർ പറയുക, ഓക്കെ സ്റ്റിൽ അവര് അവർക്ക് ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡിന്റെ ജോലി അവർക്ക് കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ, പിള്ളേരെ രണ്ടുപേരെ വീട്ടിൽ നിർത്താൻ പറ്റത്തില്ല, അങ്ങനെ തന്നെ നിർത്താൻ പറ്റാത്തവർ അവർ പറയുക എനിക്കൊരു 3 മാസവും കൂടി ഇനി ലീവ് വിത്തൗട്ട് പേ വേണം. അന്നേരം അതിനും ആ മാനേജ്മെന്റ് അവരെ സപ്പോർട്ട് ചെയ്യും. ഇതിനെല്ലാം ശേഷം ഇത്രയും ലീവ്, ഏകദേശം 1 വർഷത്തോളം അധികം ലീവ് എടുത്തതിന് ശേഷം ഇവിടെ പേരന്റൽ ലീവ് എന്നും പറഞ്ഞ് 9 ആഴ്ചത്തെ ലീവ് ഉണ്ട്. അതും കൂടെ എടുത്തതിന് ശേഷം ഏകദേശം ഒരു കൊച്ചിന് ഒരു വയസ്സല്ലേ 1.25-1.5 വയസ്സിന് ശേഷം വർക്കിന് കയറുന്ന നേഴ്സുമാരെ പലരെ എനിക്കറിയാവുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഒരു പിന്നെ ഒരു ഹ്യൂമൻ ഒരു നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും അവരുടെ പ്രഗ്നൻസിയും അല്ലെ ഒരു ചൈൽഡ് കെയറിങ് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ വൈഫ് അതുപോലെ തന്നെ ഞാൻ ആഡ് ചെയ്യുവാണ്, വൈഫ് പ്രഗ്നന്റ് ആണെങ്കിൽ ഹസ്ബൻഡ് നേഴ്സ് ആണെങ്കിൽ അവർക്ക് ലീവ് എടുക്കാനുള്ള അധികാരം ഇവിടെ ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ പേരൻസ് ലീവും പെറ്റേണിറ്റി ലീവും ഏകദേശം 9 to 12 വീക്സ് വരെ ലീവ് എടുക്കാൻ, കൊച്ചിന് 2 വയസ്സാകുന്നവരെ അത്രയും ലീവ് എടുക്കാനുള്ള ഇത് ഇവർ തരുന്നുണ്ടെന്നുള്ളതാണ്. അത് നാട്ടിലില്ലാത്ത ഒരു സംഭവമാണ് ഇവിടെ എക്സ്ട്രാ. അമൽ എല്ലാവർക്കും ഉണ്ട് കേട്ടോ, അത് നേഴ്സസിന് മാത്രമല്ല കേട്ടോ, വർക്ക് ചെയ്യുന്ന നേഴ്സിന് എല്ലാവർക്കും മാത്രമല്ല, അവരുടെ അല്ല. എല്ലാവർക്കും ആ ഒരു ഫാദറിന് ലീവ് എടുക്കാം. കൊച്ചുണ്ടായി കഴിയുമ്പോ പെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞുള്ള ലീവ്. അതാ ഒരു ചുരുക്കി പറയുവാണെങ്കിൽ അയർലൻഡിൽ ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു അയർലൻഡ് UK എല്ലാം തന്നെ ഒരു വ്യക്തിയുടെ ഒരു നേഴ്സായി കണ്ടിട്ട് ആ നേഴ്സ് എന്നാൽ ഹോസ്പിറ്റലിൽ മാത്രമായിട്ട് അവരുടെ ജീവിതം കളയണം, ഡ്യൂട്ടി ഹോസ്പിറ്റൽ മാത്രമായി എന്നാ പറയണ്ടേ, വീട്ടിൽ പോവുക ഉറങ്ങുക വരിക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാത്രമല്ല ഇവിടെ. നമ്മളെ ഒരു വ്യക്തിനെ ഒത്തിരി റെസ്പെക്ട് ചെയ്തിട്ട് അവരുടെ മെന്റൽ ഹെൽത്ത് ഹാപ്പി ആയിട്ട് വെക്കും, അവരുടെ ഫാമിലി ലൈഫ് ഹാപ്പി ആയിട്ട് വെക്കും, എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്തൊരു ഹാപ്പി ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ സൊസൈറ്റിയിൽ നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ സപ്പോർട്ട് തരാമോ അതെല്ലാം ഗവൺമെന്റ് അതിന്റെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് കുറെ കൂടി ഈ രാജ്യത്തൊക്കെ നിന്ന് പോകാനും ഒക്കെ നമ്മളിവിടെ ഹാപ്പിയാണെന്നൊക്കെ തെളിയിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. മെന്റലി സോഷ്യലി എല്ലാ രീതിയിലും ഇപ്പൊ നമുക്ക് ഫൈനാൻഷ്യലി ഇപ്പൊ നമ്മൾ ജോലി ചെയ്തിട്ടാണെങ്കിൽ ഫൈനാൻഷ്യലിയും നമുക്ക് എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. അപ്പം അതൊരു വലിയൊരു ഫാക്ടറാണ്. നമ്മളൊക്കെ ഇവിടെ സന്തോഷമായിട്ട് ജീവിച്ചു പോവുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ഇവിടെ ഓക്കെ, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ വി വിൽ ബി ഓക്കെ എന്ന് നമുക്ക് തോന്നും ഇവിടെ നിൽക്കുമ്പോൾ. പക്ഷെ എനിക്കറിയത്തില്ല ഇന്ത്യയിലൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ എല്ലാവരും ഹാപ്പി. നിനക്ക് നാളെ വരാൻ പറ്റത്തില്ല ഡ്യൂട്ടിയിൽ, അല്ലെങ്കിൽ നിന്റെ കൊച്ചിന് വയ്യ, നിന്റെ ഇവർക്ക് വയ്യ, അവർ കൺസിഡർ ചെയ്യുന്നു നമ്മളെ. ഒരിക്കലും നമ്മൾ ആ പെയിനോട് കൂടി പോയി ജോലി ചെയ്യണ്ട. ഇന്ത്യയിലൊക്കെ ഒത്തിരി പ്രാവശ്യം, ഇപ്പം ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിലും ഒരു ഫാമിലി ഒരു സ്ഥലത്ത് ഗെറ്റ് ടുഗദർ ഒരു ഗ്യാതറിങ്ങിന് പോയി എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പെയിനോട് കൂടി ലീവ് ചോദിച്ച് മൾട്ടിപ്പിൾ ടൈം ചോദിച്ചവർ തരാതെ, ഒരു പക്ഷെ അവർ അറിഞ്ഞുകൊണ്ടായിരിക്കും തരാതെ. അത് എന്ത് കൈൻഡ് ഓഫ് നേച്ചറാന്ന് എനിക്കറിയത്തില്ല. എന്താ പറയണ്ടേ, എല്ലായിടത്തും മനുഷ്യർ ഈക്വലിയാണ്, പക്ഷെ ഓരോ സിസ്റ്റമാണ് അത്. നമുക്ക് അങ്ങനെ ആർക്കും ഇവിടെ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ലെന്നാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മൾ ഒരാൾ തടഞ്ഞു വെച്ചാൽ നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാനും എന്തുകൊണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അപ്പൊ അത് തടഞ്ഞു വെക്കുന്ന ആളെ അവർക്കത് റോങ് ആയിട്ട് അവരെ എഫക്ട് ചെയ്യുന്നുള്ള കാരണം നമ്മുടെ റൈറ്റ്സിനെ ഒന്നും ആരും ഇവിടെ ഇത് ചെയ്തില്ല, ബ്രേക്ക് ചെയ്തില്ല, ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. നമ്മുടെ റൈറ്റ്സിനെയൊക്കെ നമുക്ക് അതെല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്, അവൈൽ ചെയ്യാം. അൾട്ടിമേറ്റ്ലി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഹ്യൂമൻ റൈറ്റ്സിനെയും മെന്റൽ ഹെൽത്തിനെയും നമ്മുടെ ഫാമിലി ഹെൽത്തിനെയും ഒക്കെ ഒത്തിരി വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു ഘടകമാണ് നമ്മളൊക്കെ ഇങ്ങനെയുള്ള രാജ്യത്ത് വരുന്നതും ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നതിനുമുള്ള വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. സരിത എന്തെങ്കിലും പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇവിടെ പിന്നെ ഇനി ഒരു പോയിന്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടിയിൽ നമ്മൾ ശരിക്കും കോമ്പീറ്റന്റ് ആയിരിക്കണം എന്നുള്ളതൊരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് നമ്മൾ. അതായത് ഓരോ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു
റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഡോക്ടേഴ്സ് ഒരു മെഡിസിനോ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് പോയാലും നമ്മൾ നാട്ടിലാണെങ്കിൽ ഡോക്ടേഴ്സ് ഓർഡർ ഇടുന്നു, നഴ്സുമാർ അത് കൊടുക്കുന്നു. അതിനകത്ത് ഡോക്ടർ എഴുതി നമ്മൾ കൊടുത്തു, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഇച്ചിരിയും കൂടെ റെസ്പോൺസിബിളും കൂടെ ആയിരിക്കണം. ഇത്രയൊക്കെ എല്ലാ ഇതുണ്ടെങ്കിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. കാരണം ഇപ്പോൾ ഡോക്ടർ ഒരു റോങ് ആയിട്ട് ഒരു ഡോസോ ഒരു മെഡിസിൻ എഴുതുവോ അല്ലെങ്കിൽ അത് റോങ് ആയിട്ടുള്ള ഒരു റൂട്ട് എഴുതുവോ എന്ത് ചെയ്താലും നമുക്കത് വായിച്ചത് കറക്റ്റ് അല്ല എന്ന് തോന്നിയാൽ നമ്മളത് തിരുത്തി നമ്മൾ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. മെഡിക്കേഷൻ എററും നമ്മുടെ പിൻ നമ്പർ പോലെയുള്ള നമ്പരൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും കോമ്പീറ്റൻറ്റും ആണ്, നമ്മൾ അപ്ഡേറ്റഡ് ആണ്, നമ്മൾ റെസ്പോൺസിബിളും ആയിരിക്കണം കേട്ടോ. കൂടുതലും കുറച്ചും കൂടെ എന്ന് എനിക്ക് തോന്നിപ്പോകും. കാരണം നാട്ടിലേക്കാളും നമ്മൾ കാരണം അത് ഡോക്ടർ എഴുതിയത് കൊണ്ട് ഞാനത് കൊടുത്തു എന്നൊരു വാക്ക് നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും ഇച്ചിരിയും കൂടെ റെസ്പോൺസിബിൾ ആണ് കേട്ടോ. അത് ഒരു പോയിന്റ് ആഡ് ചെയ്തതാണ്. പിന്നെ ഇനി നമ്മൾ പറയാനുള്ളത് അതുപോലെ സരിത പറഞ്ഞതിനകത്ത് ആ ഡോക്യുമെന്റേഷന്റെ പറയാൻ ഇപ്പൊ ഒരു ഡോക്ടർ ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അത് റൈറ്റ് ഡോസ്, റൈറ്റ് റൂട്ട്, റൈറ്റ് ടൈം എല്ലാം അവര് എഴുതുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പൊ ഒരുപക്ഷെ നാട്ടിൽ ചിലപ്പം ഒരു ഡോക്ടർ വന്നു ഒരു മെഡിസിൻ BD എന്ന് ചിലപ്പം വെർബലി പറഞ്ഞിട്ട് പോയി, അല്ലെങ്കിൽ ജസ്റ്റ് BD എന്ന് എഴുതിയിട്ട് പോയി, അത് നമ്മൾ അങ്ങ് ഫോളോ ചെയ്യുക. പക്ഷെ ഇവിടെ ഇപ്പം ഒരു ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ പിന്നെ 2 times a day, എന്നിട്ട് എന്നാണ് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എത്രയാണ് കറക്റ്റ് ഡോസ്, ആ പ്രോപ്പറായിട്ട് എല്ലാം ഡോക്യുമെന്റ് ചെയ്തതിനു ശേഷമേ നേഴ്സസിന് അത് കൊടുക്കാൻ പാടുള്ളൂ. ഈവൻ അവരിപ്പോ റൈറ്റ് ഡോസ് എഴുതിയില്ല അല്ലെങ്കിൽ റൈറ്റ് റൂട്ട് എഴുതാൻ അവര് ആ കോളം ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ പിന്നെ ടൈമിംഗ് എഴുതാൻ മറന്നുപോയി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് വീണ്ടും നമുക്ക് റൈറ്റ് ഉണ്ട്, ആ ഡോക്ടറിനെ വിളിച്ച് ഡോക്ടർ പ്ലീസ് റൈറ്റ് ദിസ് റൈറ്റ് റൂട്ട് അല്ലെങ്കിൽ റൈറ്റ് ടൈം അങ്ങനെ പറഞ്ഞ് അവർ ആ കംപ്ലീറ്റ് ഡോക്യുമെന്റേഷന് ശേഷം മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ. അന്നേരം കാരണം അതിനുവേണ്ടി നമുക്ക് അന്നേരം ആ ഒരു പ്രോപ്പർ ഡോക്യുമെന്റേഷന് ശേഷം മാത്രമേ നമ്മൾ അതിവിടെ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പം പകുതി എഴുതിയിട്ട് പോയി ആ പകുതി എഴുതിയ ബാക്കി ഇതായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നതെന്ന് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും പേഷ്യന്റിന് പിന്നെ അതിന്റെ ഹാംഫുൾ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾക്കായിരിക്കും. അന്നേരം നമുക്ക് ആ ഒരു കറക്റ്റ് ഡോക്യുമെന്റേഷൻ ഫോളോ ചെയ്യാനും അവരോട് പറഞ്ഞ് അത് കൺസൾട്ടന്റ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഡോക്ടർ സോ ആൻഡ് സോ അവരെ നോട്ടിഫൈ ചെയ്യണം. അതിന് ആരും നമ്മളെ വഴക്ക് പറയത്തില്ല. അത് നമ്മളുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതെ, എല്ലാ പോയിന്റും നമ്മൾ കഴിഞ്ഞെന്നാ തോന്നുന്നേ. ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ കമ്പയർ ചെയ്താലും നമ്മുടെ മദർലാൻഡ് ആണ് ഇന്ത്യ. അപ്പൊ നമ്മള് ഇന്ത്യയിലെ കാര്യം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും വലിയൊരു ഹെൽത്ത് സെക്ടറിൽ നമുക്കിപ്പോ ഇവിടുത്തെ കാര്യമൊക്കെ അപ്ലൈ ചെയ്ത് അതൊക്കെ പ്രാബല്യത്തിൽ വരിക എന്ന് പറയുന്നത് വിദൂരതയിലിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. നേഴ്സുമാർക്ക് തുല്യമായ ഒരു വേതനം കൊടുക്കുക, നേഴ്സുമാർക്ക് റെസ്പെക്ട് കൊടുക്കുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ബാക്കി നമ്മൾ കുറച്ചുകൂടെ ഉള്ളിന്റെ ഉള്ളിലോട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വളരെ കോംപ്ലിക്കേറ്റഡും ഇത്രയും വിപുലമായ വലിയൊരു രാജ്യത്ത് നമുക്കത് പറ്റത്തില്ലായിരിക്കാം പ്രാക്ടിക്കലി. ഇപ്പൊ അപ്ലൈ ചെയ്താൽ നിയർ ഒരു 50 years കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് പറ്റുമായിരിക്കും. പക്ഷേ ചെറിയതായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സമൂഹത്തിന് മാറ്റങ്ങൾ, നമ്മളെ പേഷ്യന്റ് നേഴ്സുമാരോടുള്ള ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിന്റെ എന്നാ പറയുക അവരുടെ എല്ലാം ആറ്റിറ്റ്യൂഡ് മാറണം. എല്ലാ പ്രൊഫഷനെയും ഈക്വൽ ആയിട്ട് കാണാൻ, ഈക്വലി റെസ്പെക്ട് ചെയ്യാൻ, ഒരു നല്ലൊരു വേതനം കൊടുക്കാൻ, സാലറി കൊടുക്കാൻ, ഇതൊക്കെ നമുക്ക് ഇപ്പം പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് അറിയത്തില്ല. അതിനുവേണ്ടി നമുക്ക് ഇനിയും എന്താ പറയാ ഇതുപോലുള്ള സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം ഞങ്ങളൊക്കെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം. പിന്നെ എല്ലാവരും പറ്റുന്നവരൊക്കെ ഇങ്ങോട്ട് വരിക. ഇവിടെയുള്ള രാജ്യങ്ങളിലൊക്കെ കിട്ടുന്ന നമ്മുടെ നല്ലൊരു ലൈഫ് ആസ്വദിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ സ്നേഹ പറഞ്ഞതിനകത്ത് ഒരു ചെറിയൊരു പോയിന്റ് കൂടെ ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള നേഴ്സുമാർക്ക് ഒരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ളത്, അവർക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കുക. അത് എല്ലായിടത്തും അല്ല ഞാൻ പറയുന്നത്, ചിലയിടത്തൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പം നാട്ടിൽ ഇപ്പൊ ഒരു 8 മണിക്കൂർ ഡ്യൂട്ടി അല്ലെ 6 മണിക്കൂർ ഡ്യൂട്ടിയിൽ ഇപ്പം മാനേജ്മെന്റ് ഓർക്കുന്നു നീ 6 മണിക്കൂർ ഡ്യൂട്ടി അല്ല ഉള്ളൂ, അതായത് രാവിലെ 8 മുതൽ 2 മണി വരെ നീ വരുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരണം, 2 മണിക്ക് ഡ്യൂട്ടിക്ക് ശേഷം പോയി വീട്ടിൽ ഇരുന്ന് ചോറ് കഴിക്കണം. അതിന്റെ ഇടയ്ക്ക് ഒരു ചായ കുടിക്കും. നമ്മള് ചിലപ്പം ഈ പിള്ളേരൊക്കെ ഉള്ളവർക്കൊന്നും ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരിക ആപ്ലിക്കബിളേ അല്ല. അവര്
പിള്ളേരെ ഒരുക്കി അവരുടെ എല്ലാം ചിലപ്പോൾ 1 മണിക്കൂർ ബസ്സിൽ കയറിയൊക്കെ ആയിരിക്കും അവർ വരുന്നത്. അന്നേരം വന്ന് കഴിഞ്ഞ് ചിലപ്പം കാര്യം ശരിയാ തിരക്കൊക്കെ ആണേലും അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ അവർ പലപ്പോഴും ആരും കാണാതായിരിക്കും ഓടിപ്പോയി ഒരു ചായ കുടിക്കുന്നത്. ആ സമയത്ത് ആരെല്ലാം റൗണ്ട്സിന് വന്നു കണ്ടെങ്കിൽ പിന്നെ കണ്ടോ വന്ന പാടെ കഴിക്കാനിരുന്നെന്ന് പറയും. ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ നമ്മളത് 6 മണിക്കൂറായിക്കോട്ടെ 8 മണിക്കൂറായിട്ടെ 12 മണിക്കൂറായിക്കോട്ടെ ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റെങ്കിലും അവർക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് അവർക്കൊരു സമയം കൊടുക്കണം. കാരണം ഞാൻ ഇവിടുത്തെ പറയുമല്ല, ഇവിടെ 12 മണിക്കൂറിനൊക്കെ 3 ബ്രേക്കുകൾ ഹാഫ് ആൻ അവർ വെച്ച് കിട്ടുന്നുണ്ട്. അന്നേരം രാവിലെ ഒരു ഏകദേശം അവരിപ്പം ഒരു വാർഡിൽ ഇപ്പം 3 നേഴ്സസേ ഉള്ളെങ്കിൽ 1 by 1 ആയിട്ട് ഒരു 9 മണി മുതൽ ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യും. 9 മണി തൊട്ട് 9:30 വരെ അവർ ചെന്നു ചായ കുടിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, 5 മിനിറ്റ് അല്ലെ 5 മിനിറ്റ് വീട്ടിലുള്ളവരോട് വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ എന്തെങ്കിലും ഉണ്ടോ, വീട്ടിലിരിക്കുന്ന ഹസ്ബൻഡിനോടോ മക്കളോടോ അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവർ വീണ്ടും വന്ന് ബിസി ആയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ 1 o'clock ആകുമ്പോൾ വീണ്ടും ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഹാഫ് ആൻ അവർ വെച്ച് അവർക്ക് ലഞ്ച് ബ്രേക്ക്. ആ സമയത്ത് അവർ പോയി അത്രയും നേരം തിരക്കാണെങ്കിലും ചെന്നു ആഹാരം കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു. പിന്നെ അവർക്കൊരു എനർജി കിട്ടുക. പിന്നെ വൈകിട്ടൊരു ഇപ്പം പിന്നെ അക്കോർഡിംഗ്ലി ഇപ്പം ബിസി ആണെങ്കിൽ ചിലപ്പോൾ ഈവനിങ് ബ്രേക്ക് ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. എന്നാലും ഒരു ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ഒരു വൈകിട്ട് ഒരു 6:30 മുതൽ 6:30 6:45 ഒരു ചായ കുടിക്കാനായിട്ട്. അന്നേരം നമ്മൾ ശരിക്കും അന്നേരം നമ്മൾ ഈ 12 മണിക്കൂർ വർക്കിനിടയ്ക്ക് നമ്മൾ റീഫ്രഷ് ആവുക. ഇതേ സെയിം നമ്മൾ ഈ 12 മണിക്കൂർ ചെയ്യുന്ന ജോലിയാണ് ചിലപ്പോൾ ഇന്ത്യയിൽ 8 മണിക്കൂറും കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അന്നേരം അതിന്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ആ ആൾ അത് ആരും ആയിക്കോട്ടെ പോയി ഒരു ചായ കുടിക്കുമ്പോൾ അവര് ഹസിൽ ഫ്രീ ആയിട്ട് ജസ്റ്റ് ആരും ഇതിപ്പം ഇന്ത്യയിൽ നിന്ന് ചിലപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ ഇങ്ങോട്ട് എടുക്കുമ്പോഴായിരിക്കും ഒരു പേഷ്യന്റ് വിളിച്ച് ആ ചായ അവിടെ വെച്ചിട്ട് പോയി പേഷ്യന്റിനെ പോയി അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേന് ആ ചായ തണുത്ത് പോയി, ഇനി ഈ ചായ വേണ്ട, പിന്നെ അടുത്ത പണിക്ക് പോയി. അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ ഇന്ത്യയിൽ. പക്ഷെ അതല്ലാതെ ഇപ്പൊ 2 നേഴ്സ് ആയിക്കോട്ടെ 3 നേഴ്സ് ആയിക്കോട്ടെ ഓരോ നേഴ്സും 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് വെച്ചെങ്കിലും അവര് ഒന്ന് ഫ്രീ ആയിട്ട് ചെന്ന് ഒരു ചായ കുടിച്ചിട്ട് എഴുന്നേറ്റ് വരും. അത് അവരുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അത് 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 പ്ലീസ് ഡോണ്ട് മൈൻഡ്. അത് എനിക്ക് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. അതൊരു ഏറ്റവും വലിയൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതൊരു ഓർഗനൈസ്ഡ് ആണ് ഇവിടെ അത് കാര്യങ്ങളൊക്കെ ചേച്ചി. അപ്പം നമുക്ക് നമ്മുടെ അറിയത്തില്ല, നമ്മുടെ ഇന്ത്യയിലൊക്കെ അത് ഓരോ മാനേജ്മെന്റുകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓർഗനൈസ് ചെയ്ത് അവരുടെ സ്റ്റാഫിനെ ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളത് അല്ലെ. എല്ലാവരെയും ഈക്വലി ഹാപ്പി ആക്കി വെക്കുമ്പോഴേ നമ്മൾ എല്ലാവരും വർക്ക് പ്ലേസിൽ ഹാപ്പി ആവുള്ളൂ. നമ്മുടെ ഒരു ആത്മാർത്ഥതയോടെ നമുക്ക് വർക്ക് ചെയ്യാനും നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പം ഇത് ഒരുപക്ഷെ അതൊക്കെ ഞാൻ ഒരു കാര്യം കൂടെ അത് ചിലരൊക്കെ ഇങ്ങനെ ബ്രേക്ക് മിസ്യൂസ് ചെയ്യുന്നവർ കാണും, അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ മിസ്യൂസ് ചെയ്യാത്തവരെ ഇപ്പം ചിലര് മിസ്യൂസ് ചെയ്യുന്നോണ്ടായിരിക്കും ചില മാനേജ്മെന്റ് ആ ഒരു ഫെസിലിറ്റി നിർത്തലാക്കിയേക്കുന്നത്. പക്ഷെ മിസ്യൂസ് ചെയ്യാതെ ആത്മാർത്ഥമായിട്ട് പണി ചെയ്യുന്ന അനേകം ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാന് എല്ലാത്തിനെയും കുറിച്ച് ചിലപ്പോൾ ഒരു 50% മാനേജ്മെന്റ് സമ്മതിക്കുന്നുണ്ടായിരിക്കും, 50% സമ്മതിക്കാതെ ചിലപ്പോൾ ഒരുപക്ഷെ എംപ്ലോയീസ് ഒരുപക്ഷെ 1-2 പേര് മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും. എന്നാലും എന്ന് വെച്ചാലും പക്ഷെ ആരും അത് മിസ്യൂസ് ചെയ്യാതിരിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു നിയമം അവിടെ കൊണ്ടുവരണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കറക്റ്റ്. അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചാണല്ലോ നമുക്ക് ഓരോ പ്രൊമോഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞല്ലോ. അതായത് 8 വർഷം കഴിയുമ്പോൾ ഗ്രേഡ് 1 ആയി, പിന്നെ അത് കഴിഞ്ഞ് 8 വർഷം ആകുമ്പോൾ ഹെഡായി. അപ്പം നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് ആകുന്നതും ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ കഴിവുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇൻചാർജ് ആകാം, ഡയറക്ടർ ഓഫ് നേഴ്സ് ആകാം, അസിസ്റ്റന്റ് ആകാം. അപ്പം നാട്ടിലും അതുപോലെ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റും. എനിക്ക് ഇത്ര ആയാൽ എനിക്ക് ആകാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരുടെയും കഴിവ് തെളിയിക്കാൻ നോക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 8 വർഷം ആയാൽ നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും 8 വർഷം ആകുമ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടും എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഫുൾ കേപ്പബിലിറ്റി നമ്മൾ കാണിക്കത്തില്ല. കഴിവുണ്ടെങ്കിൽ കയറാം എന്ന് വരുമ്പം ഓട്ടോമാറ്റിക്കലി എല്ലാവരും അതിനു വേണ്ടി ട്രൈ ചെയ്യും. അപ്പൊ ആ ഒരു സിസ്റ്റവും ഒരു പരിധിവരെ നല്ലതാണ്. ഇങ്ങനെ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് ഏത് പോസ്റ്റും കിട്ടും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും അതിനുവേണ്ടി കൂടുതൽ ട്രൈ ചെയ്യുകയും നല്ല പോസ്റ്റുകളിലേക്ക് മുന്നോട്ട് പോകാനായിട്ടും ആൾക്കാർ കൂടുതൽ ട്രൈ ചെയ്യും. നല്ലൊരു പോയിന്റ് ആണ് കേരളത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല്, നാട്ടിൽ നമ്മൾ പറയും മൾട്ടി ടാസ്ക് ആണ് ഒരു നേഴ്സ് ചെയ്യുന്നത് ഒരു ഡേയില്.
കാരണം മെയിൻ ആയിട്ട് അവിടെ നമുക്ക് നേഴ്സസിന് പല ഓപ്പർച്യൂണിറ്റി ഇല്ല. നേഴ്സ് എന്ന് പറഞ്ഞ ഒരു പില്ലറിനകത്താണ് എല്ലാ സംഭവങ്ങളും നിൽക്കുന്നത്. നേഴ്സ് ഡ്രസ് ചെയ്യുക, നേഴ്സ് വൂണ്ട് കെയർ ചെയ്യുക, നേഴ്സ് ആണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം ഡയബറ്റിക്കിന്റെ കാര്യം വന്നാൽ എല്ലാം ആ നേഴ്സ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് ഇതെല്ലാം. പക്ഷെ അയർലൻഡ് പോലെ ഒരു രാജ്യത്ത് നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം എനിക്ക് ബെഡ് സൈഡ് നഴ്സിംഗ് ഇന്ന് താല്പര്യമില്ലെങ്കിൽ ഓക്കെ, ഇപ്പം ഡയബറ്റീസ് ആയ ഒരു പേഷ്യന്റ് അതിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. ഇവിടെ ഡയബറ്റിക് നേഴ്സ്, വൂണ്ട് ഒരു ഡ്രസ്സിങ് ചെയ്യണമെങ്കിൽ വൂണ്ട് കെയർ നേഴ്സ് ഉണ്ട്, ഡയബറ്റിക് നേഴ്സ് ഉണ്ട്, റീനൽ സ്പെഷ്യാലിറ്റി നേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും സ്പെഷ്യാലിറ്റി നേഴ്സാണ് ഇവിടെ ഉണ്ട്. അപ്പം അതിന് നമുക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യാം, നമുക്ക് ആ ഒരു രംഗത്തോടെ നമുക്ക് ഇറങ്ങിത്തിരിക്കാം. നമുക്ക് ബെഡ് സൈഡ് നേഴ്സ് ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ. പക്ഷെ നമുക്ക് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമുക്ക് അറിയത്തില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തതെന്ന് അറിയത്തില്ല. നമ്മളിപ്പോ നമ്മുടെ ഹെൽത്ത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ആപ്ലിക്കബിൾ ആക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേ അല്ല, ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല അത് തോന്നുന്നത്. അങ്ങനെയുള്ള സ്റ്റഡീസ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ പല പല കോളേജുകളിലൊക്കെ ആപ്ലിക്കബിൾ ആക്കി എന്നാ പറയണ്ടേ, ആ ഒരു നേഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ അതിനെല്ലാം ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്, നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ്. അപ്പം ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പൊ നേഴ്സുമാരെല്ലാം ഹാപ്പി ആയിരിക്കും അതിന്. ഇഷ്ടംപോലെ നേഴ്സുമാരുണ്ടാവും, പഠിച്ചിറങ്ങി വൺസ് പേഷ്യന്റ് കെയറിലോട്ട് ഇറങ്ങുമ്പോൾ ഡയറക്റ്റ് പേഷ്യന്റ് കെയർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അത് കഴിഞ്ഞാൽ പ്രൊഫഷൻ വിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ജോലിയിലോട്ട് മാറുന്നവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് വലിയ ഒരു എഫോർട്ട് ഇടേണ്ട പോലെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് അതിന് നല്ലൊരു ഇതായിരിക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഒരു പോയിന്റ് ഒന്ന് ഉൾപ്പെടുത്തുക, വായിക്കുന്നവരൊക്കെ വായിക്കുക. അപ്പം അതിന് എന്തെങ്കിലും നമുക്കൊരു സ്ട്രെസ് ചെയ്ത് നമുക്ക് അതിനെ അധികാരികളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഒരു നേഴ്സിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. മെന്റൽ ഹെൽത്ത് നേഴ്സ്, ഡയബറ്റിക് നേഴ്സ്, വൂണ്ട് കെയർ നേഴ്സ്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അതിപ്പോൾ നമുക്ക് വിദേശ രാജ്യത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇഷ്ടം പോലെ കിട്ടും. അതിനൊരു കോഴ്സ്, ഡിഗ്രി, ഡിപ്ലോമ ഒക്കെ നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു സ്പെഷ്യാലിറ്റിയുടെ ഭാഗത്ത് കൊണ്ടുവന്ന് നമുക്ക് ഉണ്ട്. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഡയബറ്റിക് നേഴ്സ്, അങ്ങനെ വൂണ്ട് കെയർ നേഴ്സുമാരൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു ഒരു വളരെ ചുരുക്കം, ഒരു 1000 ബെഡുള്ള ഹോസ്പിറ്റലിൽ ഒരു നേഴ്സൊക്കെ ഉള്ളത് അതിന് അങ്ങനെയുള്ളത്. പക്ഷെ അൾട്ടിമേറ്റ്ലി അതൊരു പേരിന് മാത്രം ഒരു പോസ്റ്റ് ആയിരിക്കും. ഈ ഒരു പ്രാക്ടിക്കലി വരുമ്പോൾ അതെല്ലാം നേഴ്സാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെയൊക്കെ അങ്ങനെയല്ല. അതിൻ്റെതായ രീതിയിലുള്ള അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ആ കാര്യങ്ങൾ എല്ലാം നടന്നു വരുന്നത്. അപ്പം അത് നല്ലൊരു പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നാട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും ഫ്യൂച്ചറിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ കരിയർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് ബേസിക് ഇപ്പം GNM കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു പോസ്റ്റ് ബേസിക്കിനോ അല്ലെങ്കിൽ നമുക്കൊരു ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ കോഴ്സ് വളരെ കുറച്ച് യൂണിവേഴ്സിറ്റികളിലേ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഫുൾ ടൈം പോലെ ആയിരിക്കും. അപ്പം നമ്മളിപ്പം ഡ്യൂട്ടിക്കിടയിൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയുള്ളൊരു കോഴ്സായിട്ടൊക്കെ എവിടെയെങ്കിലും വെക്കുവാണെങ്കിൽ ആൾക്കാർക്ക് പോയി അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ചെയ്യാനോ പറ്റും. അല്ലാതെ ഒരു ഫുൾ ടൈം കോഴ്സായിട്ട് വെക്കുമ്പം ഡ്യൂട്ടിയിൽ നമുക്ക് ലീവ് എടുത്തിട്ട് പോകാനും പറ്റില്ല. അപ്പം നമുക്ക് അല്ലെ പിന്നെ അത് ഉള്ളത് നമ്മളുടെ ഒരു ഏരിയയിലില്ല. ഇപ്പം ഞാനിപ്പം തൊടുപുഴ താമസിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ നമുക്ക് അവിടെ പോയി നിന്ന് പഠിച്ച് കണ്ടിന്യൂസ് പഠിക്കണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ജോലി കളയണം, അല്ലെന്നുണ്ടെങ്കിൽ കോഴ്സിന് അത്രമാത്രം നമ്മൾ കോഴ്സിൽ താല്പര്യപ്പെടണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പൊ അതിന് പകരം നമുക്കൊരു ഇങ്ങനെ ഫുൾ ടൈം ഒരു കോഴ്സ് അല്ലാതെ മീൻസ് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ആഴ്ച 2 ദിവസം വെച്ചൊക്കെയുള്ള കോഴ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു പരിധിവരെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ എന്താ പറയാ, ഈ ഓപ്പണിംഗ് ആയിട്ടുള്ള സംഗതികളായിരുന്നു കേട്ടത് മുഴുവൻ. കാരണം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും, അതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇതെല്ലാം നാട്ടിലെ കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് അതിൻ്റെ എല്ലാം ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് ഒക്കെ ആയിട്ട് നല്ല പരിചയമുള്ള ആളുകളാണ് ഇവരെല്ലാവരും തന്നെ. അപ്പം അതുകൊണ്ട് അവർക്ക് വളരെ നന്നായി ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്ന സെൽഫ് റെസ്പെക്ട്, ആ ഡിഗ്നിറ്റി ഓഫ് ദ നേഴ്സസ്, ആ സെൽഫ് റെസ്പെക്റ്റ് അവർക്കുണ്ടാവുന്നു. അതൊരു വലിയ, അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വ്യക്തിപരമായിട്ടുള്ള വലിയൊരു കുതിപ്പാണ്. അതായത് വ്യക്തികൾ എന്നുള്ള നിലയിൽ അവർക്കുള്ളൊരു സെൽഫ് റെസ്പെക്റ്റ് വളരെയധികം കൂടി, അവരുടെ കഴിവുകളെക്കുറിച്ചുള്ളൊരു മതിപ്പ് വന്നു.
പിന്നെ സമൂഹത്തിൽ അവർക്ക് ലഭിക്കുന്ന മാന്യതയും സ്ഥാനവും അത് നൽകുന്ന ഉത്തരവാദിത്വവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ നാട്ടിൽ ഇത് ഈ ഒരു വർക്ക് കൾച്ചർ ഉണ്ടായി വരിക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇതുണ്ടായി വരിക എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സിറ്റുവേഷനാണ്. അതൊന്ന്. മറ്റൊന്നുള്ളത് അവരുടെ ഈ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഒരു എൻകറേജ്മെൻ്റ് ഉണ്ടല്ലോ, ഒരു കഴിവുകളെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു കിട്ടിയിട്ടുള്ള പരിശീലനത്തിൽ തന്നെ നിന്ന് പോകുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു നവീകരണം ഉണ്ടല്ലോ, അപ്ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ മേഖലയിൽ. അപ്പോൾ അതിനുള്ള സാധ്യതകൾ അവിടെ നല്ലപോലെ ഉണ്ട്. അവനവൻ്റെ ഇനീഷ്യേറ്റീവ് അനുസരിച്ച് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നു. അതനുസരിച്ച് ഇവിടുന്ന് പോയവരെല്ലാം ആ നിലയിൽ അവസരത്തിന് ഉയരുകയും അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്കൊപ്പം തന്നെ അവരെ സ്വയം മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഒരു മുന്നേറ്റത്തിൽ ഇത്തരം ഷെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവർക്ക് തന്നെയും ഇപ്പോൾ നഴ്സിംഗ് കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന നഴ്സിംഗ് കമ്മ്യൂണിറ്റീസിന് ഇതൊരു ഇങ്ങനെയും നടക്കുന്നുണ്ട് ലോകത്ത് പലയിടത്തും എന്നുള്ളത് അവർക്കൊരു വലിയൊരു പ്രോത്സാഹനവും ആയിരിക്കും എനിക്ക് തോന്നുന്നു. മറ്റൊന്നും എന്തായാലും പങ്കെടുത്തവരെല്ലാവരും വളരെ വളരെ എന്താണ് പറയുക, ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരെ ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുകയും അവർ വളരെ പ്രായോഗികമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അത് കേരളീയത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഒരു നല്ല ഇൻഫർമേഷൻ ആയിരുന്നു. താങ്ക് യു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ബഷീറെ, സരിത, നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ അല്ലേ സരിത? എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. എല്ലാവരും താങ്ക്സ് മാത്രമല്ല ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂ ദ ഗുഡ് വർക്ക് യു ആർ ഡൂയിങ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് യുവർ ഫെല്ലോ ബീയിങ്സ് ഇൻ ഹോംലാൻഡ്. അപ്പോൾ അവരെ കൂടെ നിങ്ങളെന്തെങ്കിലും ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻസൊക്കെ പാസ് ഓൺ ചെയ്യുക, അവരുടെ പ്രൊഫഷണൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള അഡ്വൈസസൊക്കെ കൊടുക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. അതൊക്കെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ളൊരു ഇൻട്രാക്ഷൻ വിവിധ രാജ്യങ്ങളിലുള്ള നഴ്സിംഗ് കമ്മ്യൂണിറ്റി തമ്മിൽ അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് സജസ്റ്റ് ചെയ്യാം. എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ താങ്ക്സ്. നാട്ടിൽ വരുമ്പോൾ കഴിയുന്നു കേരളീയത്തില് തൃശ്ശൂർ കേരളീയ ഓഫീസായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക. കൂടുതൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നന്ദി.